എന്നിട്ട് അള്ളാഹുവിന്റെ ചോദ്യം എന്താണ്? വഹദൈനാഹുൻ നജ്ദൈൻ, പൊന്തി നിൽക്കുന്ന രണ്ട് വഴികളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ പൊന്തി നിൽക്കുന്ന വഴികൾ ഏതൊക്കെയാണ്? ഒന്ന് ഹക്കിന്റെ വഴിയാണ്, ഒന്ന് ബാത്തിലിന്റെ വഴിയാണ്. ഒന്ന് ധർമ്മത്തിന്റെ വഴിയാണ്, മറ്റൊന്ന് അധർമ്മത്തിന്റെ വഴിയാണ്. മറ്റൊന്ന് ന്യായത്തിന്റെ വഴിയാണെങ്കിൽ മറ്റൊന്ന് അന്യായത്തിന്റെ വഴിയാണ്. ഇങ്ങനെയുള്ള രണ്ട് വഴികൾ മനുഷ്യർക്ക് നാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മനുഷ്യനെ ഇതേ രൂപത്തിൽ സൃഷ്ടിച്ചെടുത്ത റബ്ബാണ് ചോദിച്ചതെന്ത്? അഫഹസിബുതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. മനുഷ്യർ വിചാരിച്ചു പോയോ എന്ന് അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഞാൻ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ്, വെറുതെ കളിതമാശക്ക് സൃഷ്ടിച്ചതാണ് എന്നും വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, എന്നിലേക്ക് നിങ്ങൾ മടങ്ങി വരില്ല എന്നും നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിലൂടെ ചോദിക്കുമ്പോൾ അതേ ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വചനമാണ് ഞാൻ നിങ്ങളെ ആദ്യം ഓതി കേൾപ്പിച്ചത്. അത് സൂറത്തുൽ ഖിയാമ മറിച്ചു നോക്കിയാൽ അവിടെ കാണാം, അയഹ്സബുൽ ഇൻസാനു അൻ യുതറക സുദാ, മനുഷ്യ നീ വിചാരിക്കുന്നുണ്ടോ എന്ത്? മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ സംസാരം. മനുഷ്യ നീ വിചാരിക്കുന്നുണ്ടോ നിന്നെ ഞാൻ വെറുതെ അങ്ങ് ഉപേക്ഷിച്ചു കളയുമെന്ന്? നീ ഭക്ഷിച്ചതിനെ കുറിച്ചും കണ്ടതിനെ കുറിച്ചും അനുഭവിച്ചതിനെ കുറിച്ചും നിനക്ക് ഞാൻ തന്ന ആയുസ്സിനെ കുറിച്ചും നീ വിശ്വസിച്ച വിശ്വാസത്തെക്കുറിച്ചും നീ ആചരിക്കുന്ന ആചാരങ്ങളെ കുറിച്ചും ഞാൻ ചോദിക്കുന്നില്ല എന്ന് നീ ധരിച്ചു പോയോ എന്ന് അള്ളാഹുവിന്റെ വല്ലാത്ത ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ജീവിതമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അചഞ്ചലമായ വിശ്വാസം നമുക്ക് വേണ്ടതില്ലയോ? ആ റബ്ബ് തൃപ്തിപ്പെടുന്നൊരു ജീവിതം നമുക്ക് നയിക്കേണ്ടതില്ലയോ? കാരണം എന്താണ്? ഈ ജീവിതത്തിന്റെ ഏത് സമയത്തും ഈ ജീവിതത്തിനൊരു അവസാനമുണ്ട്. എത്രയോ മരണ വീട്ടിൽ സന്നിഹിതരാകുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. എത്രയോ മയ്യത്തുകളെ തോളിലേറ്റി പോയവരാണ് നമ്മൾ ഓരോരുത്തരും. എത്രയോ മയ്യത്തുകളെ കണ്ടുവന്നവരാണ്. എത്രയോ മയ്യത്തുകളെ ഖബറിലേക്ക് ഇറക്കിയവരാകാം. ആ മരണപ്പെട്ടവരിൽ നമ്മൾക്ക് ബന്ധമുള്ള പരിചയമുള്ള കുടുംബക്കാരായ ഒരുപക്ഷെ വീട്ടിലുള്ള അംഗങ്ങൾ വരെ ഉണ്ടാകാം. അങ്ങനെ ഒരു പരിധി ജീവിതത്തിന് നിശ്ചയിച്ചിട്ടുണ്ട് എന്നല്ല പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളോട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? വലികുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാ സമുദായങ്ങൾക്കും ഒരു അവധി അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് എത്ര വലിയ സമൂഹങ്ങളാണെങ്കിലും, എത്ര വലിയ ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളവരാണെങ്കിലും, എത്ര വലിയ ശക്തിയുള്ള രാജ്യങ്ങളാണെങ്കിലും, നാട്ടുകാരാണെങ്കിലും, ഏത് സമുദായമാണെങ്കിലും അവർക്കെല്ലാം ഒരു അവധി അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹ് പറയുന്നു, ഫഇദാ ജാഅ അജലുഹും, ആ വ്യക്തമായ അജല ആ സമയം അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാലോ, ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നാഴിക നേരം അങ്ങോട്ടോ ഒരു നാഴിക നേരം ഇങ്ങോട്ടോ പിന്തിപ്പിക്കാതെ ആ വ്യക്തമായ സെക്കൻഡിന്റെ ഉള്ളിൽ തന്നെ അള്ളാഹു അത് നടപ്പിലാക്കുന്നതാണ്. അവിടെയാണ് ഈ തണ്ണിക്കടവ് പ്രദേശത്തുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിന്റെ അധിക സമയം ചെലവിട്ടത് എന്തിനു വേണ്ടിയാണ്? ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ലല്ലോ. കാര്യമായി നമ്മൾ ഓടിയത് കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കാനാണ്, നമ്മുടേതായ അധികാരങ്ങൾക്ക് വേണ്ടിയാണ്, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഇതിനു വേണ്ടി മാത്രം ഓടി നടക്കുന്ന ചില മനുഷ്യരില്ലയോ? ആ മനുഷ്യരൊക്കെ തിരിച്ചു പോകുന്നത് കൈകളിൽ ഒരു നന്മയുമില്ലാതെയാണ്. ഒന്നും തന്നെ റബ്ബിന്റെ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാതെയാണ്. ജീവിതത്തിൽ എത്രയെത്ര മയ്യത്തുകൾ കാണാൻ, മരണ വീടുകളിൽ കയറിയിറങ്ങാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയാണ് മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ല പറഞ്ഞ 2-3 വരികളുണ്ടെന്ന്. തസവ്വദ മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ
തഈശു ഇലൽ ഫജ്രി. വളരെ അർത്ഥസമ്പൂർണമായ വരികളാണത്. തസവ്വദ് മിനത് തഖ്വ, മോനെ മോളെ നീ ജീവിതത്തിൽ ധാരാളം തഖ്വയുള്ള ജീവിതം അധികരിപ്പിച്ചോ, ധർമ്മനിഷ്ഠതയുള്ള ജീവിതം അധികരിപ്പിച്ചോ. കാരണം എന്താണെന്നറിയുമോ? ഫഇന്നക ലാ തദ്രി, നിനക്കൊരിക്കലും അറിയുക സാധ്യമല്ല എന്ത്. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, നാളെ ഒരു പ്രഭാതത്തിലേക്ക് നീ ഹയാത്തോടെ എത്തിപ്പെടുമെന്ന് നിനക്കൊരിക്കലും പറയുക സാധ്യമല്ലല്ലോ. എന്നിട്ട് വീണ്ടും ചിന്തനീയമായ 2-3 വരികൾ പറയുന്ന കൂട്ടത്തിൽ ഒരു വരി ഇങ്ങനെയാണ്: വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ അലീലിൻ ആശ ഹീനം മിനദ് ദഹ്രി. എത്രയെത്ര ആരോഗ്യമുള്ള ആളുകളാണ്, ഹോസ്പിറ്റലുകളിലൊന്നും ഇടയ്ക്കിടെ പോകേണ്ടി പോലും വരാത്ത വ്യക്തിയാണ്, ഒരു രോഗത്തിനോ പ്രയാസത്തിനോ ഒരു പിലിസ് പോലും കുടിക്കാത്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള ആരോഗ്യമുള്ള ആളുകൾ എത്ര പെട്ടെന്നാണ് മരിച്ചു പോകുന്നത്. എന്നാൽ രോഗങ്ങളായി വർഷങ്ങളായി കിടപ്പിലായ ആളുകൾ, മാസം മാസം അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ ദിനേനയെന്നോണം ഡോക്ടറെ കാണേണ്ടി വരുന്ന രോഗികൾ, അവരൊക്കെ വർഷങ്ങളായി ഇപ്പോഴും ഹയാത്തിലുണ്ട്. പ്രയാസങ്ങളൊന്നുമില്ലാതെ, പ്രത്യേകിച്ച് മരുന്നുകളൊക്കെ കുടിച്ച് ജീവിക്കുന്നു എന്നല്ലാതെ മരണം ഇതുവരെ അവരെ റാഞ്ചിയെടുത്തിട്ടില്ല. കണ്ടില്ലേ ആലപ്പുഴയുടെ മണ്ണിൽ എത്ര യുവാക്കളാണ് ഒറ്റ ആക്സിഡന്റിൽ മരിച്ചുപോയ വാർത്ത നമ്മൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചത്, നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടത്. ആരെങ്കിലും അതിൽ രോഗികളുണ്ടോ? ഇല്ലല്ലോ. എത്ര പെട്ടെന്നാണ് ആരോഗ്യമുള്ള ആളുകൾ വിട പറഞ്ഞു പോകുന്നത്. فكم من فتى أمسى وأصبح ضاحكا وقد نسجت أكفانه وهو لا يدري. എത്രയെത്ര യുവാക്കളാണ്, ചൊറുചൊറുക്കുള്ള യൂത്തന്മാരാണ്, വീട്ടിൽ നിന്ന് ചിരിച്ചുകൊണ്ട് അവരുടെ ബൈക്കുകളിൽ, അവരുടെ വാഹനങ്ങളിൽ അവർ ചിരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നത്. പക്ഷേ അവർ ആരും അറിയുന്നില്ലല്ലോ, തന്നെ വരിഞ്ഞു മുറുക്കി കെട്ടാനുള്ള കഫംപുടവ എടക്കരയുടെ ടൗണിലോ വഴിക്കടവ് പ്രദേശത്തോ നമ്മുടെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് ആർക്കും അറിയുക സാധ്യമല്ലല്ലോ എന്ന് ഇമാം ശാഫിഈ പറയുകയാണ്. നമ്മുടെയൊക്കെ ജീവന്റെ ജീവനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയദാ ഒരിക്കൽ മഹാനായ ഇബ്നു ഉമർ തങ്ങളുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് തന്നെ എന്താണ്? മോനെ ഇബ്നു ഉമറേ, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. നീ ഒരു വഴിയാത്രക്കാരനെ പോലെ ഈ ദുനിയാവിൽ ജീവിക്കണേ, അല്ലെങ്കിൽ നീ ഒരു വിദേശിയെ പോലെ ജീവിക്കണേ. പ്രിയപ്പെട്ടവരെ, പ്രവാസ ജീവിതം നയിച്ചവർ ഈ കൂട്ടത്തിലുണ്ടാകാം. പ്രവാസ ജീവിതത്തിന്റെ ഇടയ്ക്ക് ലീവെടുത്ത് വന്നവരുണ്ടാകാം. നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലും ഒട്ടനവധി ആളുകൾ പ്രവാസികളാണല്ലേ. അവർക്ക് എന്തിനാണ് ഈ നാട് വിട്ടങ്ങോട്ട് പോയത്? തന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ്, ജീവിതമാകുന്ന കരമുട്ടിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ആവശ്യമുള്ളതൊക്കെ ഒന്ന് സമ്പാദിച്ച് കാര്യമായ ഒരു ഭദ്രമായ സമ്പാദ്യമായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു വരാറില്ലയോ നമ്മൾ? അതുപോലെയുള്ളൊരു പ്രവാസിയാണ്, വിദേശിയാണ് ദുനിയാവിൽ നമ്മൾ ഓരോരുത്തരും. യഥാർത്ഥ ലോകം നാളെ വരാനിരിക്കുന്ന പരലോകമാണ്. യഥാർത്ഥ ലോകം നാളെ വരാനിരിക്കുന്ന വിചാരണ കോടതിയാണ്. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മളിൽ ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ ഒരു വചനം മുത്തുനബിയിൽ നിന്ന് കേട്ടതിന് ശേഷമാണല്ലോ മഹാനായ ഇബ്നു ഉമർ എപ്പോഴും സഹാബികളെ കാണുമ്പോൾ പറയാറുണ്ടെന്ന്, ഇദാ അംസൈത ഫലാ തന്തളരി സ്വബാഹ് ഇദാ അസ്ബഹ്ത ഫലാ തന്തളരിൽ മസാ. അതെ മക്കളെ, പ്രഭാതമായാൽ നിങ്ങൾ ഒരിക്കലും വൈകുന്നേരത്തെ ഉറപ്പിക്കേണ്ട കേട്ടോ. വൈകുന്നേരത്തിലാണ് നിങ്ങൾ ഹാജരായതെങ്കിൽ ഒരിക്കലും നിങ്ങൾ നാളെയുള്ള പ്രഭാതത്തെ ആഗ്രഹിക്കേണ്ട. അതിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ അലംഘനീയമായ രംഗബോധമില്ലാത്ത കോമാളി വന്നെത്തിയേക്കാമെന്ന് അദ്ദേഹം എപ്പോഴും അതേ കൂടെയുള്ള ആളുകളോട് പറയാറുണ്ട്. അതുകൊണ്ട് അതിന് എപ്പോഴാണ് മണി മുഴങ്ങുക, എപ്പോഴാണ് ബെല്ല് മുഴങ്ങുക എന്നറിയുക സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ക്ലിയറാക്കേണ്ട കടലാസുകളൊക്കെ ഒന്ന് ക്ലിയറാക്കി വെക്കാം നമുക്ക്.
കാരണം വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ, എന്നെന്നും ബാക്കിയാകുന്നതും ഏറ്റവും ഖൈറായതുമായ ലോകമാണ് പരലോകം. ആ പരലോകത്ത് വിജയിക്കാൻ ഒന്നാമത് വേണ്ടത് എന്താണെന്നറിയുമോ? ആരാണ് നമ്മുടെ റബ്ബെന്നറിയലാണ്. ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അറകളിൽ നിന്ന് ഒരു രേതസ്കണമായി ജീവിതത്തിന്റെ 1-ാം തീയതി പ്രയാണം ആരംഭിച്ചത് മുതൽ സങ്കീർണമായ ഒരുപാട് സ്റ്റേജുകൾ താണ്ടിക്കടന്ന് വന്നവരാണ് ഞാനും നിങ്ങളും. 60 വയസ്സായവരുണ്ട്, അതിൻ്റെ മുകളിലും താഴെയുമുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ജീവിതം എന്തിനാണ് അല്ലാഹ് നമുക്ക് തന്നതെന്ന് ചോദിച്ചാൽ അല്ലാഹ് നമ്മളോട് പറയുകയാണ്, നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഈ തണ്ണിക്കടവ് പ്രദേശത്തുള്ളവർക്ക് ഒന്നുകൂടെ റബ്ബിനെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാട്ടിൽ ജീവിക്കുന്ന ആനകളെ കാണുന്നില്ലേ നമ്മള്? മാൻപേടകളെ കാണുന്നില്ലേ നമ്മള്? ശാന്തഗംഭീരമായ കാടുകളിൽ നിന്ന് ശബ്ദമുണ്ടാക്കുന്ന കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ലയോ? ഈ വിശാലമായ പ്രപഞ്ചത്തെ സംവിധാനിച്ചവനില്ലയോ? അവൻ ഒന്ന് മാത്രമേ നമ്മളോട് ആഗ്രഹിച്ചുള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താണ്? നിങ്ങളാരും എനിക്ക് അന്നം തരണ്ട, നിങ്ങളാരും നിങ്ങൾ പോറ്റി വളർത്തേണ്ടതില്ല, പക്ഷേ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുന്ന പ്രവണതയിലേക്ക് കടന്നു വരണം. ഈ കാണുന്ന ആകാശത്തിന്റെ താഴെ, ഈ കാണുന്ന വിശാലമായ ഭൂമിക്ക് മുകളിലെ അല്ലാഹ് ഒരടിമയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നതും അതാണ്. സഹോദരങ്ങളെ, അത് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ലോകത്ത് കടന്നു വന്ന പ്രകാശത്തിന്റെ വിളക്കുമാടങ്ങളായ പ്രവാചകന്മാരെ അല്ലാഹ് നിയോഗിച്ചത്. ആ പ്രവാചകന്മാരിൽ ഒന്നാമത്തെ റസൂലാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി തന്റെ ജനതയോട് 950 കൊല്ലം സംസാരിച്ചത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന ആദർശമല്ലയോ? യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എത്രയെത്ര സദസ്സുകളിൽ നിന്ന് കേട്ട ആയത്താണല്ലേ. എന്താണല്ല ചോദിക്കുന്നത്? അതെ, നൂഹ് നബിയുടെ സംസാരമാണ്. എന്റെ സമൂഹമേ, നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് സഹസ്രാബ്ദങ്ങളായി പ്രവാചകന്മാർ തന്റെ സമൂഹങ്ങളോട് പ്രഖ്യാപിച്ചത് ഒരു കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെ, ആരാധനക്കർഹൻ യഥാർത്ഥത്തിൽ റബ്ബല്ലാതെ മറ്റാരുമില്ല എന്നാണ്. 2 കാര്യങ്ങളാണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒതുങ്ങിയിട്ടുള്ളത്. ഒന്ന് സുബൂത്ത് എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ്, മറ്റൊന്ന് നഫി എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ 2 ഘട്ടങ്ങളുണ്ടെന്നാ പണ്ഡിതന്മാർ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നഫിയാണ്, നിരാകരിക്കലാണ്. ലോകത്ത് ആരാധ്യന്മാരായി ആരും തന്നെയില്ല, യഥാർത്ഥത്തിലുള്ള ആരാധ്യന്മാരായി ആരും തന്നെയില്ല. അതേ ഉറപ്പിക്കുകയാണ്, സുബൂത്ത് ചെയ്യുകയാണ്. ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ല. ഈ യാഥാർത്ഥ്യം സ്വീകരിക്കാൻ ലളിതമായ ആദർശമല്ലേ? ഇതിന് വഴി അതേ കെട്ടിക്കൊടുക്കുകളില്ലല്ലോ, ഇതിനൊരിക്കലും വളഞ്ഞ വഴികളില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആദർശത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശമാണ്. ഇതിനെ സ്വീകരിക്കാതെ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുമ്പോ തന്റെ മഹല്ലുകാരെ ഭയപ്പെട്ടുകൊണ്ട്, തന്റെ വീട്ടുകാരെ ഭയപ്പെട്ടുകൊണ്ട്, തന്റെ നാട്ടിലുള്ള വേറെ ആരെങ്കിലും ഭയപ്പെട്ടുകൊണ്ട്, അത്തരം ആദർശത്തെ കൈവെടിഞ്ഞുകൊണ്ട് ശിർക്കിലും ഖുറാഫാത്തിലുമായി ജീവിക്കുകയാണോ? അത്തരം ആളുകൾ നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോ വിശുദ്ധ ഖുർആൻ സൂറത്ത് മുൽക്ക് വായിക്കൂ മുസ്ലിമേ. അവിടെ അല്ലാഹ് പറയുകയാണ് നമ്മളോടെന്ത്? തകാദു തമയ്യസു മിനൽ ഗൈള്. അതിശക്തമായ കോപം കാരണത്താലതാ നരകം പൊട്ടിപ്പിളരാൻ നിൽക്കുമാറാകുന്നൊരവസ്ഥയാണ്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. തണ്ണിക്കടവിലുള്ള എല്ലാ മുസ്ലിമീങ്ങളോടും ഞാൻ മനസ്സു തുറന്നാണ് പറയുന്നത്. ഈ വിലാപം നടത്തുന്നവരിൽ, ഈ സംസാരിക്കുന്ന ഞാൻ ഉണ്ടാകരുതെന്ന് ഞാൻ തീരുമാനിക്കണം. ഈ വിലാപത്തിൽ നിങ്ങൾ ഉണ്ടാകരുതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്.
എൻ്റെ ഭാര്യ അതിലേക്ക് കടന്നു പോകരുത്. എൻ്റെ പ്രിയപ്പെട്ടവരായ ഒന്ന് പനിച്ചൊരു ദിവസം ഐസിയുവിൽ കിടക്കേണ്ടി വന്നാൽ ഉറക്കം വരെ മാറ്റിവെച്ചുകൊണ്ട് ആ ഹോസ്പിറ്റലിന്റെ ചെയറിൽ ഇങ്ങനെ ഉറങ്ങാതെ കാത്തിരിക്കുന്ന നമ്മളില്ലയോ? ആ മക്കൾ ഒരിക്കലും നീ നരകത്തിന്റെ തീജ്വാലകളിലേക്ക് കടന്നു പോകില്ല എന്ന് തീരുമാനിക്കേണ്ടവരാണ് നമ്മൾ. അതിശക്തമായി പണി തുടങ്ങേണ്ട സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂട്ടരെ. എന്താണല്ല പറഞ്ഞതെന്നറിയുമോ? ഓരോ സംഘങ്ങളായി നാളെ നരകത്തിന്റെ അഗ്നിജ്വാലകളിലേക്ക് നരകവാസികളെ അള്ളാഹു വലിച്ചെറിയുമ്പോഴതാ നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുകയാണത്രേ, അലം യഅ്തികും നദീർ, നിങ്ങൾക്ക് നദീറന്മാര് വന്നിരുന്നില്ലയോ? താക്കീതന്മാരും മുന്നറിയിപ്പുകാരന്മാരും വന്നിരുന്നില്ലയോ? ഈ തണ്ണിക്കടവ് പ്രദേശത്ത് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകരുണ്ടല്ലോ, ഞങ്ങൾ നിർവഹിക്കുന്നത് ഈ ദൗത്യ നിർവഹണമാണ്. ഞങ്ങൾ നിങ്ങൾക്കുള്ളൊരു താക്കീതന്മാരാണ്, മുന്നറിയിപ്പുകാരാണെന്ന് സ്നേഹത്തോടുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് ഇമാം സഅദി റഹിമഹുല്ല, ഇമാം സഅദി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? നമ്മളിലേക്ക് കടന്നു വരുന്ന രോഗങ്ങൾ ഒരു നദീറാണ്, നമ്മൾ കാണുന്ന ആക്സിഡന്റുകൾ ഒരു നദീറാണ്, നമ്മൾ കാണുന്ന ഉരുൾപൊട്ടലുകളിൽ ഒരു നദീറാണ്, നമ്മൾ കാണുന്ന ഓരോ അവസ്ഥകളും ഒരു നദീറാണ്. ഇതൊക്കെ കണ്ടിട്ടും നിനക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ നിന്റെ മനസ്സിന് കാര്യമായ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് മഹാന്മാരായ ഉലമാക്കൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് പറയുന്നത്. സത്യത്തെ സ്വീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ അവിടെ വെച്ചുകൊണ്ടെങ്കിലും പറയും, യാ റബ്ബേ, എന്താ പറയുന്നത്? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. അതെ, അവർ പറയുകയാണ്, ഞങ്ങൾക്ക് താക്കീതന്മാർ വന്നിരുന്നില്ല എന്നല്ല, ഞങ്ങൾക്ക് താക്കീതന്മാർ വന്നിരുന്നു എന്നവർ പറയുകയാണ്. വീണ്ടും അള്ളാഹുവിന്റെ നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കാത്ത ചോദ്യത്തിന്റെ ഉത്തരം കൂടി പറയുകയാണ്. വന്നിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഉത്തരമായി. പക്ഷേ അവർ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് കെഞ്ച് കേട് പറയുകയാണ്, ഫകദ്ദബ്നാ. അതവരോട് ചോദിച്ചിട്ടില്ല, നിങ്ങളവരെ നിഷേധിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടില്ല, നിങ്ങൾക്ക് താക്കീതന്മാർ വന്നിരുന്നില്ലയോ എന്ന് മാത്രമാണ് ചോദിച്ചത്. അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ചോദിക്കാത്ത ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്, ഫകദ്ദബ്നാ, ഞങ്ങളവരെ അതാ കളവാക്കി കളഞ്ഞു, ഞങ്ങൾ അവരെ കളവാക്കി കളയുകയാണ്. പുത്തൻവാദികൾ എന്നുള്ള ടൈറ്റിൽ കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നവരാണ്, സമൂഹത്തിലുള്ള ആളുകളുടെ ഐക്യം തകർക്കുന്നവരാണ് എന്നൊക്കെയുള്ള മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് മാറി നിന്നവരാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ അവരൊക്കെ ആലോചിച്ചോ? അത്തരം ആളുകളൊക്കെ പറയുകയാണ്, അവർ പറയുകയാണ്, കദ്ദബ്നാ, ഞങ്ങൾ അവരെ കളവാക്കുകയാണ് ഉണ്ടായത്. വീണ്ടും അവർ ക്ലാരിറ്റി വരുത്തുന്നു അവിടെ, വഖുല്ല, ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തിരുന്നു, എന്ത്? മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, അല്ലാഹുവിങ്കൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും തന്നെ അവതരിച്ചിട്ടില്ല. നിങ്ങളൊക്കെ ഓതുന്നത് ഞങ്ങൾക്ക് കേൾക്കണ്ട, നിങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കണ്ട. അതൊക്കെ ഞങ്ങൾ ഇതവരോട് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇത്ര കൂടി ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങളൊക്കെ വലിയ വഴികേടിലാണെന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നത്. സഹോദരങ്ങളെ, എത്രത്തോളം എന്നറിയുമോ? ഇത്രത്തോളം പറയുകയാണ്, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഗീർ. ഈ വിലാപം നടത്തുന്നവരിൽ നിന്ന് അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ നാട്ടുകാരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരലോകം എന്നുള്ളത് കൂട്ടരെ പ്രസംഗിക്കാനുള്ളതല്ല. ഈ സംസാരത്തിനിടയിൽ ഒരു നെഞ്ചുവേദന വന്ന് മറിഞ്ഞു വീണാൽ പുതിയ അനുഭവങ്ങളിലേക്കുള്ള പറിച്ചു നടലാണ്, പുതിയ കാഴ്ചകളിലേക്കുള്ള പ്രയാണമാണ്, പുതിയ അനുഭവങ്ങളിലേക്കുള്ള പ്രയാണമാണ്. അവിടെ സെന്റികൾക്ക് സ്ഥാനമില്ല, സെന്റിമെന്റ്സുകൾക്ക് അവിടെ സ്ഥാനമില്ല, നിന്റെ സമ്പത്ത് കൊണ്ട് അവിടെ സ്ഥാനമില്ല, നിന്റെ അധികാരങ്ങൾ കൊണ്ട് അവിടെ സ്ഥാനമില്ല. ഖുർആൻ പറഞ്ഞില്ലയോ, മലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ
ബിഖൽബിൻ സലീം. രക്ഷപ്പെട്ട ഹൃദയവുമായി അവിടെ എത്തിക്കോ. അതിനുള്ള പണികൾ ഇന്ന് രാത്രി തന്നെ തുടങ്ങിക്കോ. നാളെയാകാൻ കാത്തു നിൽക്കേണ്ട. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നാളെ നീ ഉണ്ടാകുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അതുപോലെ തന്നെ അടുത്ത ആഴ്ചയാകാനും കാത്തിരിക്കണ്ട. ശരിയാണെന്ന് തോന്നിയാൽ ഉടനടി മടങ്ങുക. മഹല്ലുകാരെ പേടിക്കണ്ട, ഭാര്യയെ പേടിക്കണ്ട, ഭർത്താവിനെ പേടിക്കണ്ട, അതുപോലെ തന്നെ മക്കളെ പേടിക്കണ്ട. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, വിലാപം നടത്തുന്നവർ ഇത്ര കൂടി പറയുകയാണ്, ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. സുബ്ഹാനല്ലാഹ്. ഈ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് ഞങ്ങളൊന്ന് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, സഹോദരങ്ങളെ, അവർ പറയുകയാണ്, ഈ സഈർ എന്ന് പറയുന്ന നരകത്തിലേക്ക് ഞങ്ങൾ കടന്നു വരില്ലായിരുന്നുവല്ലോ. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, വലഖദ് ദറഇനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ധാരാളം ജിന്നുവർഗത്തിൽപ്പെട്ട മനുഷ്യവർഗത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് നരകം ഞാൻ ഇറക്കുക തന്നെ ചെയ്യും. എന്തേ അത് പറയാൻ കാരണം? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ചിന്തിക്കുന്ന മെടിക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ചിന്തിക്കേണ്ടത് അവരുടെ ഹൃദയങ്ങളിലിട്ടവർ മനസ്സിന്റെ ക്യാൻവാസിലിട്ടിട്ട് ചിന്തിക്കാത്ത ആളുകളാണവർ. അതുപോലെ തന്നെ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. കാണാൻ കഴിയുന്ന സുന്ദരമായ തിളങ്ങുന്ന കണ്ണുകളുണ്ടായിരുന്നു. പക്ഷെ കണ്ണുകൾ കൊണ്ട് കാണേണ്ടത് അവർ കണ്ടില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. കേൾക്കാൻ കഴിയുന്ന, നല്ല രൂപത്തിൽ കേൾക്കാൻ കഴിയുന്ന കർണപുടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കേൾക്കേണ്ടതൊന്നും അവർ കേട്ടില്ല. സഹോദരങ്ങളെ, അള്ളയാണ് പറയുന്നത്, ഈ കേൾക്കേണ്ടത് കേൾക്കാത്ത, കാണേണ്ടത് കാണാത്ത, ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്ത ആളുകളെ കുറിച്ച് അള്ള പറഞ്ഞത് എന്താണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉലൈക കൽഅനാം. അവർ നാൽക്കാലികളെ പോലെയാണ്. സ്വന്തം ശരീരത്തിൽ മറ്റുള്ളവർ കാണാൻ പാടില്ലാത്ത ഔറച്ചുകൾ ഉണ്ടെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത മൃഗങ്ങളില്ലയോ? കണ്ടിടത്ത് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന മൃഗങ്ങളില്ലയോ? ഇണയോട് എവിടെ വെച്ച് ഇണചേരണമെന്നറിയാത്ത മൃഗങ്ങളില്ലയോ? ബുദ്ധിയില്ലാത്ത മൃഗങ്ങളില്ലയോ? അവരെ പോലെയാണവർ. അല്ലാഹ് അവിടെ നിർത്തിയില്ല. ആ നാൽക്കാലികളേക്കാൾ അധപതിച്ചവരാണ് അവർ എന്നാ പറഞ്ഞത്. നമ്മൾ പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്കത് മോശമായി എന്ന് പറയാം. പക്ഷെ റബ്ബ് പറഞ്ഞാലോ, ബൽഹും അതല്ലേ, അതിനേക്കാൾ വഴിപിഴച്ചു പോയവരാണവർ. എന്തേ ഈ ദുരന്തജനകമായ അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടാനുണ്ടായ കാരണം? ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അത് അടിവരയിട്ടോ, ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവരെ അതേ അശ്രദ്ധമായ ജീവിതം നയിച്ചവരാണവർ. എന്തിനാണ് എന്നെ പടച്ചതെന്നവർക്ക് അറിഞ്ഞുകൂടാ. എന്താണ് ഇത്തരം നന്മകളുടെ സദസ്സുകളുടെ പ്രത്യേകത എന്നവർക്ക് അറിഞ്ഞുകൂടാ. പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോ ഞാൻ അവിടേക്ക് ചെല്ലേണ്ടവനാണെന്നുള്ള ബോധം അവനില്ല. അതുപോലെ തന്നെ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഹറാമുകളില്ലയോ, ഇതെന്റെ റബ്ബിന്റെ പൊരുത്തമില്ലാത്തതാണെന്ന് ചിന്തിക്കാൻ പോലുമുള്ള സമയം കൊടുക്കുന്നില്ല. അങ്ങനെ ജീവിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരെ കുറിച്ച് കൊണ്ടാ ഖുർആൻ പറഞ്ഞത്, ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവർ അശ്രദ്ധരാണ്. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്, ബുദ്ധിയുള്ളവരെ ഉപയോഗപ്പെടുത്തിക്കോ. ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് മരണം വന്നെത്തുന്നത് വരെ റബ്ബിനെ ആരാധിച്ചു കൊണ്ടേയിരുന്നോ എന്നുള്ള പറയുകയാണ്. അവിടെയല്ലേ സൂറത്തുൽ മറിയമിലേക്ക് നമ്മൾ ചെല്ലുമ്പോ സുന്ദരമായൊരു വചനം നമ്മൾ അവിടെ വായിക്കുകയാണ്. റബ്ബുസ് സമാവാതി വൽ അർള്. എങ്ങനെയുള്ള റബ്ബിലേക്കാണ് നിന്റെ പ്രാർത്ഥന പോകണമെന്ന് പറഞ്ഞത്? മരണപ്പെട്ടു പോകുന്ന റബ്ബിലേക്കാണോ? ക്ഷീണമുള്ള റബ്ബിലേക്കാണോ? രോഗം ബാധിക്കുന്ന റബ്ബിലേക്കാണോ? അതെ, കോഴിക്കോട് ജില്ലയിൽ മരണപ്പെട്ടു പോയ 30 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ചിറ്റടി മീറ്റൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നൊരു ബാക്കവിയുണ്ട്. CM അടവൂർ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. രോഗിയായി മരണപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുകയാണ്, മരിക്കുമ്പോൾ
കഴിക്കുമ്പോൾ ഷുഗർ വർദ്ധിച്ചുകൊണ്ട് കാലിലെ ഒരു ചെറുവിരൽ മുറിച്ചു മാറ്റാൻ ഡോക്ടർ നിർദ്ദേശിച്ചപ്പോ ഞാനതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മരണം വരെ മരുന്ന് തേച്ച് പഴുത്ത മുറിവുമായി ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം. സഹോദരങ്ങളെ, സ്വന്തം ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞു പോയപ്പോ ആ റൂഹിനെ വരെ നിയന്ത്രിക്കാൻ കഴിയാത്ത സഹോദരനാണ് അദ്ദേഹം. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെപ്പോലെയുള്ളൊരു പടുമനുഷ്യനാണ്, നമ്മളെപ്പോലെയുള്ളൊരു പടുമനുഷ്യനാണ്. ആ മനുഷ്യനെയല്ലല്ലോ ആരാധിക്കേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മഹാന്മാരെയോ അതുപോലെ തന്നെ ഔലിയാക്കന്മാരെയല്ലയോ അല്ലല്ലോ. നേരെ മറിച്ച് റബ്ബ് പറഞ്ഞത് എന്താണ്? റബ്ബുസ് സമാവാതി വൽ അർള്. എന്തൊരു സുന്ദരമായ പ്രയോഗമാണത്. ഈ പ്രവിശാലമായ ആകാശമുണ്ടല്ലോ, ഈ പ്രവിശാലമായ ഭൂമിയുണ്ടല്ലോ, കടലുകളാൽ സമൃദ്ധമായ, കാടുകളാൽ സമൃദ്ധമായ, അതുപോലെ തന്നെ മന്ദമാരുതനാൽ സമൃദ്ധമായ, പച്ചപ്പിനാലും കളറുകളുള്ള പൂക്കളാലും, അതുപോലെ തന്നെ ആകാശത്തിന്റെ വിരിമാറിലൂടെ പറക്കുന്ന പക്ഷികളാലും, അതേ ഇഴഞ്ഞു പോകുന്ന ഉരകവർഗങ്ങളാലും സമ്പന്നമായ ഈ ഭൂമിയുണ്ടല്ലോ, ഈ ഭൂമിയുടെ ക്രിയേറ്ററായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിലേക്ക് നിങ്ങൾ, അവനിലേക്ക് നിങ്ങളുടെ ആരാധനകൾ നിങ്ങൾ മടക്കണേ എന്ന് പറഞ്ഞാൽ എവിടെയാണ് കൂട്ടരെ അതിലൊരു വർഗീയതയുള്ളത്, അതിലൊരു പാർഷ്വാലിറ്റി ഉള്ളത്? ഇതിലെവിടെയാണ് വർഗീയത? ഇതിലെവിടെയാണ് തെറ്റുള്ളത്? നിങ്ങൾ പറയൂ. എല്ലാ ആരാധ്യന്മാരെയും വിട്ടുകൊണ്ട് റബ്ബിലേക്ക് മാത്രം വാ. കാരണം ആ റബ്ബ് പറഞ്ഞത് എന്താണ്? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. ആ വചനം മാത്രം വായിച്ചാ പോരെ റബ്ബിനെ അറിയാൻ? തണ്ണിക്കടവിലുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ റബ്ബ് പറഞ്ഞു, നിങ്ങളുടെ ഔലിയ പറഞ്ഞു, നിങ്ങളുടെ അമ്പിയാവ് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലുള്ള തങ്ങന്മാരും ബീവിമാരും ബാവമാരും കാളിമാരും പറഞ്ഞു എന്നല്ല, ഇവരെയൊക്കെ സൃഷ്ടിച്ച റബ്ബാണ് പറഞ്ഞത്. എന്ത്? നിങ്ങൾ എന്റെ മാത്രം വിളിച്ചു തേടണേ. അങ്ങനെ തന്നെ അതിന്റെ അർത്ഥം. നിങ്ങൾ എന്നോട് തേടണേ. തേടിയാൽ ചിലപ്പോ ഞാൻ ഉത്തരം തരാമെന്നല്ല, തേടി നോക്ക് ഞാനൊന്ന് നോക്കട്ടെ എന്നല്ല, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. പിന്നെ എന്തിനാ ഖബറിൽ കിടക്കുന്നവരെ? പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നവരെ? പിന്നെ എന്തിനാ ജിന്നുകളെ മലക്കുകളെ? നമുക്കാരും വേണ്ട. കാരണം റബ്ബ് പറഞ്ഞു, എന്നോട് തേടിക്കോ, ഞാൻ ഉത്തരം തരാം. എന്നിട്ട് റബ്ബ്, സ്നേഹനിധിയായ റബ്ബ് ഇത്ര വരെ പറയുകയാണ്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നോട് തേടുന്നതിൽ, എന്നോട് പ്രാർത്ഥിക്കുന്ന ആ ആരാധനയിൽ ആരെങ്കിലും അഹങ്കരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യനായി അവൻ നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുമെന്ന് അല്ലാഹ് പറയുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോ പണ്ഡിതന്മാർ അതിനെ പല കാറ്റഗറികളിലായി തിരിച്ചത് കാണാം. പഠിച്ചു നോക്കുമ്പോൾ അതിൽ ചില വചനങ്ങൾക്ക് പണ്ഡിതന്മാർ പേര് കൊടുത്തത് തന്നെ അർജാ ആയ എന്ന് പറയുന്ന വചനമാണ്. ഏതൊരു ഹൃദയമുള്ള മനുഷ്യനും അത് വായിച്ചാൽ അവന്റെ ഹൃദയത്തിൽ പ്രതീക്ഷയുടെ പർവ്വതം മുളപൊട്ടി വരുന്ന വല്ലാത്ത വചനമാണ്. ഏതാണ് ആ വചനമെന്നറിയുമോ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. പറയൂ നബിയെ, എൻ്റെ അടിമകളോട്, കൂമ്പാരക്കണക്കിന് തെറ്റുകൾ ചെയ്തവരാണെങ്കിലും, പാപങ്ങളിൽ മുങ്ങിക്കുളിച്ചവനാണെങ്കിലും, പാപക്കറകൾ വന്നു പോയവനാണെങ്കിലും, അവനതേ ആ പാപങ്ങൾ എന്നോട് തേടുകയാണ് എങ്കിൽ ആ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് റബ്ബ് പറയുമ്പോ എന്തിനാണ് ഈ റബ്ബിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നത്? ആരാണ് നമ്മളെ മരണപ്പെട്ടവരിലേക്ക് വിളിക്കുന്നത്? ചൂഷകന്മാരല്ലേ? അതുപോലെ തന്നെ സഹോദരങ്ങളെ, സാമ്പത്തിക ചൂഷണത്തെക്കാൾ വലിയ ചൂഷണമാണ് വിശ്വാസരംഗത്തുള്ള ചൂഷണം. അതിൽ അപജയങ്ങൾ വന്നാൽ, അതിൽ കുറവുകൾ വന്നാൽ, അതിൽ ഫാൾട്ടുകൾ വന്നാൽ, അതിൽ പ്രയാസങ്ങൾ വന്നാൽ ഒരിക്കലും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. അല്ലാഹു നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ.
അവിടെയാണ് മുത്തുനബി നമ്മളോട് പറഞ്ഞതെന്ത്? യഗ്തനിം ഖംസ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വരുന്നതിൻ്റെ മുന്നേ നിങ്ങൾ 5 കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തണേ. ഒന്ന് പറഞ്ഞത് ഈ തണ്ണിക്കടവുകാരെയും എല്ലാവരെയും വിളിച്ചുകൊണ്ടാ പറഞ്ഞത് നമ്മുടെ ഹബീബ് ഷഫീഉന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തേത് എന്താണ്? ശബാബക ഖബ്ല ഹറമിക. വാർദ്ധക്യം എന്ന് പറയുന്ന വല്ലാത്തൊരു പരീക്ഷണത്തിലേക്ക് എത്തിപ്പെടാനുണ്ടാകാം. അതിൻ്റെ മുന്നേ നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ സമയമായ യുവത്വമുണ്ടല്ലോ, ആ യുവത്വത്തെ നീ പ്രയോജനപ്പെടുത്തണേ. വസിഹതിക ഖബല സഖമിക. ഒരു മനുഷ്യന് ഹിദായത്ത് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് സന്മാർഗം സിദ്ധിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. ആ ഹിദായത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവന്റെ ആരോഗ്യം എന്ന് പറയുന്നത്. ആ ആരോഗ്യം നിന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൻ്റെ മുന്നേ നിന്റെ ആ ആരോഗ്യത്തെ കൃത്യമായി നീ യൂട്ടിലൈസ് ചെയ്യണേ, ഉപയോഗിക്കണേ എന്ന് മഹാനായ മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. മൂന്നാമത് പറഞ്ഞത് എന്താണ്? വഗിനാക ഖബ്ല ഫഖരിക. കൈകളിൽ അത്യാവശ്യം നീക്കിയിരിപ്പുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹ് നിലനിർത്തുമാറാകട്ടെ. ആ അനുഗ്രഹം നിന്നിൽ നിന്ന് നീങ്ങിയിട്ട് ദാരിദ്ര്യത്തിന്റെ വല്ലാത്തൊരവസ്ഥയിലേക്ക് നീ എത്തിപ്പെടുന്നതിൻ്റെ മുന്നേ നിന്റെ സമ്പത്തിനെ നീ നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണേ. പിന്നീട് റസൂലുള്ള പറഞ്ഞത് നാലാമത്തെ കാര്യം എന്താണെന്നറിയുമോ? ഒരു മനുഷ്യൻ അല്ലാഹ് നൽകുന്ന വിലമതിക്കാനാകാത്ത അനുഗ്രഹമാണ് അവന്റെ ഒഴിവ് സമയങ്ങൾ. അവന്റെ ഒഴിവ് സമയങ്ങൾ തിരക്കിലേക്ക് നീ വ്യാപൃതനാകുന്നതിന്റെ മുന്നേ നിന്റെ ഒഴിവ് സമയങ്ങളെ നീ ഉപയോഗപ്പെടുത്തണേ. അവസാനം നമ്മുടെ ഹബീബ് പറഞ്ഞത് വഹയാതക ഖബ്ല മൗതിക. അതടിവരയിട്ടോ. നേരത്തെ പറഞ്ഞതൊക്കെ ചിലപ്പോ ജീവിതത്തിൽ ഇങ്ങനെ മരണം വരെ നിലനിന്നേക്കാം, പക്ഷേ ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുമാറി പോകാത്ത ഒന്നാണ് മരണം. ആ മരണം വരുന്നതിന്റെ മുന്നേ ജീവിതത്തിൽ നേടേണ്ടതെല്ലാം നേടിയെടുത്തോ. അതിനുള്ള കളമാണ്, സമയമാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഉപയോഗപ്പെടുത്താത്ത ആളുകളാണ് നാളെ ആ മരണത്തിന്റെ മുന്നിൽ പഞ്ചപുച്ഛമുടക്കി കിടന്നു കൊടുക്കുമ്പോ അവൻ അല്ലാഹുവിന്റെ മലായിക്കത്തുകളോടും റബ്ബിനോടും കെഞ്ചി പറയുകയാണ്, സഹോദരങ്ങളെ സങ്കടമുണ്ട് ഈ വചനം പറയുമ്പോ. ഈ ഒരു ദുർഗതിയിലാണ് ഞാൻ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അകപ്പെട്ടു പോകുന്നതെങ്കിൽ കത്തിയാളുന്ന നരകത്തിന്റെ അഗ്നിജ്വാലകളിലേക്ക് കടന്നു പോകേണ്ട ഒരവസ്ഥ നമ്മളിലുണ്ടാകും. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്താണ് ഖുർആൻ പറഞ്ഞത്? കെഞ്ചുകയാണവൻ റബ്ബിനോട്, കെഞ്ചുകയാണവൻ റബ്ബിനോട്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്. വിശ്വാസ വിമലീകരണം നടത്താത്ത, ജീവിതത്തിന്റെ പല രംഗങ്ങളിലും സൂക്ഷ്മത പാലിക്കാത്ത ആളുകളുണ്ടല്ലോ, അവർ ആ മരണത്തെ കണ്ടുമുട്ടുന്ന സമയത്ത് ഖുർആൻ പറയുകയാണ്, ഒറ്റ ചോദ്യമേ അവർ റബ്ബിനോട് ചോദിക്കുന്നുള്ളൂ, ഒന്നുകൂടി എന്നെ തിരിച്ചു വിടുമോ എന്ന്. അതേ കാല റബ്ബിർജിഊൻ, ആ കാലയെ ചോദിക്കുമെന്ന് മാത്രം പറഞ്ഞ് ഒതുക്കണ്ട, കെഞ്ചുകയാണ് ആ ചോദ്യം, കെഞ്ചുകയാണ് റബ്ബിനോട്. റബ്ബിർജിഊൻ, ഒന്നുകൂടെ എന്നെ തിരിച്ചു വിടുമോ റബ്ബേ. എന്തിനാണ്? എൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ വേണ്ടപ്പെട്ടവരുടെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിക്കാനാണെന്ന് പറയാനല്ല, എൻ്റെ ഭാര്യ സന്താനങ്ങളെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെ ഏറ്റവും പ്രൊട്ടക്ഷനായ ഒരു സേഫ് സോണിലേക്ക് എത്തിക്കാനാണെന്ന് പറയാനല്ല, വേറെ ഏതെങ്കിലും ഭൗതിക കാര്യങ്ങളിൽ ഇടപെടാനല്ല. പിന്നെയോ റബ്ബേ, അതേ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ ധാരാളം നന്മകളുണ്ട്, ആ നന്മകളൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ ഒന്നുകൂടി എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമോ എന്നാണ് സഹോദരങ്ങളെ ആ സംസാരത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെയുള്ള കേൾവിയല്ല വേണ്ടത്. പിന്നെയോ റബ്ബേ എന്നെ ഒന്നുകൂടി മടക്കുമോ എന്നല്ല നമ്മൾ പറയേണ്ടത്. സൂറത്ത് ഫുസ്സിലത്ത് മറിക്കൂ. വീട്ടിൽ ഖുർആൻ ഉണ്ടല്ലോ,
പരിഭാഷകളുണ്ടല്ലോ. ഫുസ്സിലത്ത് സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. ഏറെ ആഹ്ലാദത്തോടെ 100,000 പൂത്തിരി മനസ്സിൽ കത്തുന്ന സന്തോഷമാണ് ഈ വചനം വായിക്കുമ്പോൾ. ആദ്യമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ റബ്ബിനോട്, റബ്ബേ ഞങ്ങളെ എല്ലാവരെയും നീ ഈ കേൾവി കേട്ട് മരിക്കുന്നവരിൽ ചേർക്കണേ. എന്താണ് പറയുന്നത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറയുകയും അത് പറഞ്ഞു മാത്രം ജീവിച്ചാൽ പോരാ. അടുത്തതാണ് ടാസ്ക്. സുമ്മസ്തഖാമോ, പിന്നീട് നേരാമണ്ണം ജീവിക്കുകയും ചെയ്തവരാരാണോ, യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ നിലകൊള്ളുകയും ചെയ്തവരാരാണോ, അത്തരം ആളുകളും മരണത്തെ കണ്ടുമുട്ടുമ്പോ മലക്കുകൾ ഇറങ്ങി വരുന്നതിനെ കുറിച്ച് റബ്ബ് പറഞ്ഞതെന്താ? തതനസ്സലു അലൈഹിമുൽ മലായിക, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നത് എങ്ങനെയാണ്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. ഓ, എന്തൊരു സുന്ദരമായ വിളിയാളമാണത്. ഈ നമ്മളൊരു വീട് കയറ്റിയപ്പോ അതിന്റെ ഹൗസ് വാമിങ്ങിന്റെ ആദ്യ ദിവസം കുടുംബത്തോടൊപ്പം അതിൽ ജീവിച്ച ആ സന്തോഷത്തിന്റെ നിമിഷമുണ്ടല്ലോ, വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോഴുള്ള ആദ്യ രാത്രിയുടെ ആ നിമിഷമുണ്ടല്ലോ, തന്റെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ചപ്പോ മനസ്സിൽ ഉണ്ടായൊരു സന്തോഷമുണ്ടല്ലോ, തനിക്കാദ്യമായൊരു കുഞ്ഞുണ്ടായപ്പോൾ ഉണ്ടായ സന്തോഷമുണ്ടല്ലോ, അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്തുള്ള സന്തോഷമാണ് ഈ വിളിയാളം കേൾക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അള്ളാഹു നമ്മെ അവരിൽ ചേർക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ അവരിൽ ചേർക്കുമാറാകട്ടെ. നീ പേടിക്കണ്ട, ദുഃഖിക്കണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, നിനക്ക് സ്വർഗം കൊണ്ടിതാ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. സ്വർഗം കൊണ്ടിതാ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നിനക്ക് ഇത് സൽക്കാരമായി സ്വർഗം കാത്തിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ മലായിത്തുകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു തിരിച്ചുപോക്കല്ലേ നമുക്ക് വേണ്ടത്. അവിടെയാണ് റബ്ബിൻ്റെ മുന്നിലും ചെന്നു നിൽക്കുമ്പോ വകുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. തൻ്റെ മുന്നിലതാ ഒരു കിതാബ് നിവർത്തി വെക്കപ്പെട്ട നിലയിൽ അവൻ കാണുകയാണ്. അതിലവൻ്റെ അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്, അതിലവൻ്റെ വിശ്വാസം ക്ലിയറാണ്, അതിലവൻ്റെ ആചാരങ്ങൾ ക്ലിയറാണ്, അതിൻ്റെ നടത്തം, അവൻ്റെ ജീവിതം, അവൻ്റെ സ്വകാര്യത, അവൻ്റെ സാമ്പത്തികം, അവൻ്റെ ഇടപെടലുകൾ, അവൻ്റെ കുടുംബജീവിതം എല്ലാം അൽഹംദുലില്ലാഹ് ഓക്കെയാണ്. അല്ലാഹ് പറയും ഇഖ്റഅ കിതാബക്, വായിക്കടോ നീ പുസ്തകം. 60 കൊല്ലത്തെ കർമ്മ പദ്ധതികളാണ്, 70 കൊല്ലത്തെ കർമ്മ പുസ്തകങ്ങളാണ്. ഈ തണ്ണീർ പന്തൽ, ഈ പ്രദേശത്തുള്ള സഹോദരങ്ങളെ, ഈ നാട്ടിലുള്ള ഈ തണ്ണിക്കടവ് ഈ പ്രദേശത്ത് സംഘടിപ്പിച്ച ഈ പ്രോഗ്രാം ഉണ്ടല്ലോ, ഈ പ്രോഗ്രാം ആ കിതാബിലുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളുണ്ട്, ജീവിതത്തിന്റെ നാളുകളുണ്ട്, ജീവിതത്തിന്റെ ഇനി വരാനിരിക്കുന്ന സമയങ്ങൾ അതിലുണ്ട്. അല്ലാഹ് പറയുകയാണ് ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഇന്ന് വിചാരണ നോക്കാൻ നിന്റെ ഗ്രന്ഥം വായിച്ച് കണക്ക് നോക്കുന്നവനായി നീ തന്നെ മതി എന്ന് പറയുന്ന വല്ലാത്തൊരവസ്ഥ. അവിടെയാണ് ഖുർആൻ വീണ്ടും പറഞ്ഞതെന്ത്? വഅൻദിർഹും യൗമൽ ആസിഫത്ത് ഇദിൽ ഖുലൂബു ലദൽ ഹനാജിരി കാളിമീൻ മാലിൽ ളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാ. നബിയെ, ആസന്നമായ ഭാരമേറിയ ആ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തെക്കുറിച്ച് സകല മനുഷ്യർക്കും മുന്നറിയിപ്പ് കൊടുക്കൂ പ്രവാചക. എങ്ങനെയാണ് ആ ദിവസം എന്നറിയുമോ? ഹനാജറുകളിലേക്ക്, ഹഞ്ചറകളിലേക്ക് അവരുടെ ഹൃദയങ്ങൾ കയറി വരുന്ന സമയമാണ്. അതേ, ഒരു ഉറ്റബന്ധവും സഹായിക്കാനില്ലാത്ത, ഒരു ശുപാർശക്കാരനുമില്ലാത്ത ആ സമയത്തെക്കുറിച്ചുകൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കൂ നബിയെ അവർക്ക്. ഈ ആയത്തിന്റെ തഫ്സീർ വായിച്ചപ്പോൾ കാണാൻ പറ്റിയത് എന്താണെന്നറിയുമോ? അൽ ആസിഫ എന്ന് പറയുന്ന ഒരു വാക്ക് ആയത്തിൽ വന്നിട്ടുണ്ട്.
എന്താണ് ആസിഫ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനൊരു ഖുർആനിലെ വചനം തെളിവുദ്ധരിക്കുകയാണ്. അസിഫത്തുൽ ആസിഫ, അസിഫത്തുൽ ആസിഫ, ആസന്നമായ സംഭവം ഇതാ, ആസന്നമായി നബിയേ. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? മനുഷ്യന്റെ ഹൃദയം അതാ ഹഞ്ചറയിലേക്ക്, ഹഞ്ചറ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊണ്ട കുഴിയുണ്ടല്ലോ, ആ കുഴിയിലേക്ക് കയറി വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേദിയെ കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു പറഞ്ഞു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എത്ര ആളുകൾക്ക് ഈ വചനം കാണാതെ അറിയാം? എന്താണ് ഈ അല്ലാഹു പറയുന്നത്? വത്തഖൂ യൗമ. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയ വചനം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞൊരു വചനമാണിത്. 2-ാം അധ്യായത്തിന്റെ 281-ാമത്തെ വചനം. വത്തഖൂ യൗമ, ഒരു ദിവസത്തെ, ഒരു പർട്ടിക്കുലർ ഡേ, ഒരു പ്രത്യേകമായ ദിവസത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ. ഏതാണ് ആ ദിവസം എന്നറിയുമോ? തുർജഊന ഫീഹി ഇലല്ലാഹ്. റഹ്മാനായ റബ്ബിലേക്ക് സകല മനുഷ്യരും മടങ്ങിപ്പോകുന്ന ദിവസമാണ്. ഫറോവമാര് മടങ്ങുന്ന, അതുപോലെ തന്നെ ആദ് ജനത മടങ്ങുന്ന, അതുപോലെ തന്നെ കിബിത്തികൾ മടങ്ങുന്ന, അതുപോലെ തന്നെ അമേരിക്കക്കാർ മടങ്ങുന്ന, ഇസ്രായേലുകാർ മടങ്ങുന്ന, ഫലസ്തീനിലെ മക്കൾ മടങ്ങുന്ന, ഈ കേരളത്തിലെ ആളുകൾ മടങ്ങുന്ന, ഈ സഹോദരങ്ങളെ ഈ നാട്ടിലുള്ള ആളുകൾ മടങ്ങുന്ന ആ ദിവസത്തൊക്കെ നിങ്ങൾ സൂക്ഷിക്കണേ. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. ഒരാളോടും അനീതി കാണിക്കാത്ത, നിങ്ങൾ ചെയ്ത എല്ലാ നന്മ തിന്മകൾക്കും പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദിയാണത്. ആ വേദിയുടെ ദിവസത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ എന്ന് അള്ളാഹു നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ വിമലീകരണം നന്നാക്കാം. അല്ലാതെ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല. എൻ്റെ സംസാരത്തിന്റെ പകുതി ഭാഗം പിന്നിട്ട് ഞാൻ അടുത്ത പാർട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് വീണ്ടും ആത്മാർത്ഥമായിട്ടാണ് പറയാനുള്ളത്. അതെന്താണെന്നറിയുമോ? വിശ്വാസം നന്നായില്ലയോ? നമ്മുടെ വിശ്വാസം ക്ലിയർ അല്ലയോ? ശിർക്കിന്റെ ലാഞ്ചന കടന്നു വന്നുപോയോ? തൗഹീദിൽ അപാകതകൾ കടന്നു വന്നുപോയോ? എത്ര വലിയ ആളുകളാണെങ്കിലും പരലോകത്ത് രക്ഷയില്ല. അതല്ലേ മുത്ത് നബിയുടെ പിതൃവന്റെ ചരിത്രം പറഞ്ഞു തരുന്നത്. അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന വല്യുപ്പാന്റെ സംരക്ഷണം റസൂലുള്ളാഹിന്റെ 8-ാമത്തെ വയസ്സിൽ ആ വല്ലുപ്പ മരിച്ചിട്ട് പിന്നീട് നബിയെ ഏറ്റെടുക്കുന്നതാരാണ്? അവിടുത്തെ പിതൃവ്യനായ അബൂ ത്വാലിബ് അല്ലയോ? 42 കൊല്ലമാണ് വളർത്തിയതെന്നാണ് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ആ 42 കൊല്ലം, അതായത് നബിക്ക് 50-ാമത്തെ വയസ്സിലാണ്, നബിയുടെ 50-ാമത്തെ വയസ്സിലാണ് തന്റെ പിതൃവ്യന്റെ മരണം സംഭവിക്കുന്നത്. മരിക്കുന്ന സമയത്ത് റസൂലുള്ള ചെല്ലുന്നുണ്ട്. അവിടെ അബൂ താലിബിന്റെ അരികിൽ പറയുന്നുണ്ട് മുത്ത് നബി. എന്താ പറഞ്ഞത്? അതെ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമോ? അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധ്യനില്ല എന്ന് നിങ്ങളൊന്ന് പറയുമോ പിതൃവ്യ? ചരിത്രത്തിൽ കാണാം ഇങ്ങനെ തന്നെ. അബൂജഹൽ പറയും, എന്താണ് ഈ മുഹമ്മദ് പറയുന്നത്? കേട്ടു പോകണ്ട, നിനക്കിവിടെ നാണക്കേടിന്റെ ചരിത്രമായിരിക്കും ഉണ്ടാവുക. റസൂലുള്ളാഹി പറയും, ഖുൽ യാ അമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പൊന്നു പിതൃവ്യ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമോ? ഉടനെ തന്നെ അബൂജഹൽ പറയുകയാണ്, പറയല്ലേ പറയല്ലേ അബൂ ത്വാലിബേ. മുത്തുനബി വീണ്ടും പറയുന്നു, ഖുൽ യാ അമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പൊന്നു പിതൃവ്യ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമോ? അവസാനം അബൂ താലിബ് പറഞ്ഞുവത്രേ, അതെ, അനഫീ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, നമ്മുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലായി ഞാനിതാ പോവുകയാണ്. ശിർക്കിന്റെ വഴിയിലായി. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാതെ മരിച്ചുപോയ അബൂ താലിബില്ലയോ, അദ്ദേഹം മരിക്കുന്ന സമയത്ത് പറഞ്ഞു അത്രേ, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ. അബൂ താലിബിന്റെ വാക്കുകളാണിത്. എന്താ അബൂ താലിബ് പറയുന്നത്? ലൗലൽ മലാമത്ത് ഔ ഹിദാറു മസബ്ബത്തിൻ ലവജത്തനി സംഹം ബിദാക മുബീനാ.
മുഹമ്മദേ, എല്ലാ മതങ്ങളെയും അതിജയിക്കുന്ന മതം നിന്റേതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിത് സ്വീകരിച്ച് മരിച്ചു പോയാൽ ഈ നാട്ടിലുള്ള ആളുകൾ ഞാൻ പാരമ്പര്യ മതത്തെ എതിർത്തവനാണെന്ന് പറയുമല്ലോ. കാരണവന്മാർ സ്വീകരിച്ചു വന്ന ഊഹാപോഹങ്ങളുടെ ആദർശത്തെ എതിർത്തവനാണെന്ന് പറയുമല്ലോ. അതുകൊണ്ട് ഞാനില്ല മുഹമ്മദേ എന്ന് പറഞ്ഞ് നരകത്തിന്റെ വിറകായി മരിക്കുമ്പോ 2 വചനങ്ങളാണ് ആ സന്ദർഭത്തിൽ അവതരിച്ചത്. നബിയേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പ്രവാചകരെ, താങ്കൾ ഇഷ്ടപ്പെട്ടവരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല മുത്തുനബിയേ. താങ്കൾ ഇഷ്ടപ്പെട്ടവരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല നബിയേ. സഹോദരങ്ങളെ, എന്നാൽ നേരത്തെ നിയാസ് സ്വലാഹി ഇവിടെ സൂചിപ്പിച്ച ഒരു ഗ്രന്ഥമുണ്ടായിരുന്നില്ലേ? അതേ ഖുതുബിയ്യത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം. സദഖത്തുല്ലാഹിൽ കാഹിനി എന്ന് പറയുന്ന കായൽ പട്ടണക്കാരനായ തമിഴ്നാട്ടുകാരനായ ഒരു സുഹൃത്ത് എഴുതിയതാണ് ആ പുസ്തകം. അതേ ഗൾഫിൽ ജോലി ശരിയാകാൻ, ജോലിയിൽ ബർക്കത്തുണ്ടാകാൻ, ബിസിനസ് വെച്ചടി കയറ്റമുണ്ടാകാൻ വീട്ടിലൊക്കെ ഓതുന്ന പുസ്തകമാണ് ഖുതുബിയ്യത്ത്. ആ ഖുതുബിയ്യത്തിൽ പറയുന്നത് എന്താണ്? ശൈഖേ, അങ്ങാണ് ഹിദായത്തിന്റെ സപ്ലയർ, അതുകൊണ്ട് ഹിദായത്ത് ഞങ്ങൾക്ക് നൽകണേ എന്ന് ശൈഖ് ജീലാനിയോട് വിളിച്ചു തേടുന്നു. ഇനി എന്താ ശിർക്ക് തെരഞ്ഞു പോകേണ്ടത്? നിങ്ങൾ എന്ത് ഡെഫിനിഷൻ അതിന്റെ കൂടെ എഴുതി കൂട്ടി വെച്ചാലും, ഇനി നിങ്ങൾ അതിന് എന്ത് ഡെഫിനിഷനുകളും താരീഫും പറഞ്ഞാലും, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, റബ്ബേ ഹിദായത്തിൽ എൻ്റെ വഴി നടത്തണേ എന്ന് പറയുകയല്ലേ നമ്മൾക്ക് ചെയ്യാനുള്ളത്. അല്ലാഹുമ്മ അതെ, അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഹിദായത്തിൽ ഉറപ്പിച്ച് നിർത്തണേ റബ്ബേ. ആ ചോദ്യം ശൈഖ് ജീലാനിയോട് പറ്റുമോ? മുഹമ്മദ് മുസ്തഫയോട് പറ്റുമോ? ഈ നാട്ടിലുള്ള ഉലിയാക്കന്മാരോട് പറ്റുമോ? ജാറത്തിലുള്ള ആളുകളോട് പറ്റുമോ? സഹോദരങ്ങളെ, വഴിക്കടവ് കടിഞ്ഞുകൊണ്ട് ഗൂഡല്ലൂർ നാട് കാണിച്ചുരം കയറുമ്പോ അവിടെ ഒരു ജാറമുണ്ട്. ആ ജാറത്തിൽ കിടക്കുന്ന മൺമറഞ്ഞു പോയ അസ്ഥിപഞ്ജനങ്ങളിൽ നിന്ന് രക്തവും ചോരയും മണ്ണൂറ്റി കുടിച്ച മനുഷ്യനോട് പറ്റുമോ? ഇല്ല. മലിക്കുൽ ജബ്ബാറായ റബ്ബിനോടാണ് അത് തേടേണ്ടത്. അതാണ് മുത്തനബിക്കിറങ്ങിയ വചനം. ഓ നബിയെ, ഹിദായത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇത് പറയുമ്പോൾ ചില ഉസ്താദന്മാര് പറയാറുണ്ട്, നബിയെ താങ്കൾ ഹിദായത്ത് നൽകുന്നവനാണല്ലോ, അത് എങ്ങനെയുള്ള ഹിദായത്താണ്? മുത്തനബി ഹിദായത്തിന് കാരണമാണ്. ഈ തണ്ണിക്കടവ് പ്രദേശത്ത്, ഈ സുന്ദരമായ പ്രദേശത്ത് സഹോദരങ്ങളെ, നമ്മളൊക്കെ മുസ്ലിമായത് മുത്തനബി കാരണമാണ്. നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചത് മുത്തനബി കാരണമാണ്. സഹാബത്ത് എന്ന് പറയുന്ന നമ്മുടെ മാതൃകാ യോഗ്യന്മാർ ഇസ്ലാം സ്വീകരിച്ചത് മുത്തുനബി കാരണമാണ്. ഒരുപക്ഷെ ഈ ഇരിക്കുന്ന പല ആളുകളും ഹിദായത്തിലേക്ക് വരാൻ കാരണക്കാരായ പല ആളുകളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാകാം. അങ്ങനെയൊക്കെ കാരണക്കാരാകുന്ന പല ആളുകളുമുണ്ടല്ലോ. അത്തരത്തിലുള്ളൊരു കാരണക്കാരനാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാതെ ഹിദായത്ത് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കാൻ മുത്തുനബിക്ക് സാധ്യമല്ല. അതിന് കഴിയും മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് എന്ന് പറയുമ്പോൾ ശിർക്കിന്റെ വരിയല്ലേ കൂട്ടരെ? അതിൽ നിന്ന് പിന്മാറി, അതിൽ നിന്ന് മടങ്ങി റബ്ബിലേക്ക് മടങ്ങണമെന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. 2ാമത്തെ വചനം ഏതാണെന്നറിയുമോ? അബൂ ത്വാലിബിന്റെ വഫാത്തിന്റെ സമയത്ത് അവതരിച്ച 2ാമത്തെ വചനം ഏതാണ്? ഓ നബിയേ, താങ്കളെ എത്ര അടുത്ത ബന്ധുവാകട്ടെ, ഇനി വിദൂരപ്പെട്ട ബന്ധുവാകട്ടെ, ശിർക്ക് ചെയ്തിട്ടാണോ മരിച്ചത്, അവർക്ക് ഇസ്തിഗ്ഫാർ പോലും തേടാൻ പറ്റൂല. അവർക്ക് ഇസ്തിഗ്ഫാർ പോലും തേടാൻ പറ്റില്ല. അത്രത്തോളം സഗൗരവമായ തിന്മയാണ് അവരിൽ വന്നു പോയിട്ടുള്ളത്. അത്രയും വലിയ ആദർശക്കാരനായ അബൂ ത്വാലിബിനോട് പോലും അള്ളാഹു ആ വിഷയത്തിൽ കനിഞ്ഞില്ലല്ലോ എന്നാണ് സാന്ദർഭികമായി എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്. എന്ത് പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാലും, അതിന് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളാണെങ്കിലും, ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിലാണെങ്കിലും, ആക്സിഡന്റായ ഒരു മൂലയിൽ കോമാ സ്റ്റേജിൽ കിടക്കേണ്ടി വന്നാലും, വേണ്ടപ്പെട്ടവരൊക്കെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോകേണ്ടി വന്നാലും, അതേ അടിയുറച്ച ഒരു തൗഹീദിന്റെ ഉടമകളായി മാറാൻ നമ്മൾക്ക് കഴിയട്ടെ. ഇതുപോലെ ചെങ്കടലിന്റെ മുന്നിലെ മഹാനായ മൂസാ നബി കാണിച്ച തൗഹീദ്,
എന്തൊരാത്മവിശ്വാസമാണത്, എന്തൊരു ചാഞ്ചാട്ടമില്ലാത്ത മനസ്സാണത്. സഹോദരങ്ങളെ, ആ മൂസാ നബി കൂടെയുള്ളവരെല്ലാം തള്ളിപ്പറഞ്ഞപ്പോഴും മൂസാ നബി പറഞ്ഞ വചനം എന്താണ്? കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. നിങ്ങൾ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ, അത് എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരുന്നതാണ്. ആ മൂസാ നബിയുടെ തൗഹീദിലേക്ക്, ആ മൂസാ നബി വിളിച്ച റബ്ബിലേക്ക് തണ്ണിക്കടവിലുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് മടങ്ങാം. അതിനൊരു സുഖമുണ്ട്, അതിന് വല്ലാത്തൊരു ആസ്വാദനമുണ്ട്, അതിന് വല്ലാത്തൊരു അനുഭൂതിയുണ്ട്. വർഷങ്ങളോളം 10-ലധികം കൊല്ലമാണത്രേ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗിയായത്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കണ്ണിന്റെ അകങ്ങളിൽ മാത്രം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്കിന്നുകളിലും മുറിവ് ബാധിച്ച നബിയല്ലയോ അയ്യൂബ് നബി അലൈഹിസ്സലാം. അതേ ക്ഷമാലുക്കൾക്ക് മാതൃകയാണെന്ന് പറഞ്ഞ, റോൾ മോഡലാണെന്ന് പറഞ്ഞ നബിയാണ്. ആ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറ വ അൻത അർഹമുർ റഹീമീൻ. തണ്ണിക്കടവിലുള്ള മുസ്ലിമേ, ഇനി ഇതിനേക്കാൾ വലിയൊരു പരീക്ഷണം ഒരു നബിക്ക് വരാണ്ടോ, ഒരു വ്യക്തിക്ക് വരാനുണ്ടോ? പ്രതീക്ഷകളൊക്കെ അറ്റുപോകേണ്ട സമയമല്ലേ റബ്ബിങ്കലുള്ള പ്രതീക്ഷ. പക്ഷേ അദ്ദേഹം പറയുകയാണ്, റബ്ബേ എനിക്ക് ശരീരം തന്നത് നീയാണ്. റബ്ബേ ഈ അയ്യൂബിന്റെ ഈ ദുരിതം നീ കാണുന്നുണ്ടല്ലോ, നീ അർഹമുർ റഹീമീനല്ലേ അല്ലാ. അതുകൊണ്ട് റബ്ബേ എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥനയാണത് എന്നാണ് പണ്ഡിതന്മാരത് ആ ആയത്തിനെ കുറിച്ച് കൊണ്ട് പറഞ്ഞത്. പ്രാർത്ഥനയുടെ സ്വഭാവമൊന്നും ഒരുപക്ഷെ ആ വചനത്തിൽ കാണുക സാധ്യമല്ല, പക്ഷേ അത് പ്രാർത്ഥനയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ആ അയ്യൂബ് നബിയുടെ ചരിത്രം വായിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്താണെന്നറിയുമോ? അയ്യൂബ് നബിയോട് അല്ലാഹു പറഞ്ഞു അത്രേ, 10-ലധികം കൊല്ലങ്ങൾക്ക് ശേഷം മുർക്കുൽ ബിരിജിലിക് ഹാദാ മുഅ്തസലും ബാരിദുൻ വശറാബ്. അതേ അയ്യൂബ് നബിയോട് അല്ലാഹു പറയുകയാണ്, താങ്കളുടെ കാലം നനക്കൂ അയ്യൂബേ. ആ കാലിൻ്റെ അടിയിൽ നിന്ന് നിർഗളിച്ചത് എന്താണെന്നറിയുമോ? ബാരിദുൻ വശറാബ്. ബാരിദും വശറാബ്, തണുത്ത കുടിക്കാൻ പറ്റുന്ന ഒരു തരം വെള്ളമാണ് നിർഗളിച്ചത്. അയ്യൂബ് നബിയോട് അല്ലാഹു പറഞ്ഞു, ഓ അയ്യൂബേ, താങ്കളൊന്നതിൽ മുങ്ങോ അയ്യൂബേ, എന്നിട്ടൊന്ന് പൊങ്ങോ അയ്യൂബേ, സ്കിന്നിലുള്ള എല്ലാ മുറികളും മാറി എന്ന് ചരിത്രത്തിൽ സ്വഹീഹായി വന്നിട്ടില്ലയോ? സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധിയിൽപ്പെട്ടവനെയാണ് റബ്ബിലേക്ക് മാത്രം മനസ്സ് കേന്ദ്രീകരിച്ചവരെ അല്ലാഹു കൈവെടിഞ്ഞിട്ടുള്ളത്? ചരിത്രമില്ലല്ലോ കൂട്ടരെ. അവിടെയാണ് അല്ലാഹു പറഞ്ഞത് നമ്മളോട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലാഹുവിന്റെ അടിമക്കല്ല പോരെ മതിയായവനല്ലേ എന്നല്ല ചോദിക്കുമ്പോ പിന്നെ എന്തിനാണ് കൂട്ടരെ ആരാധനകളുടെ പ്രധാനപ്പെട്ട അംശമായ പലതും റബ്ബിലേക്ക് നമ്മൾ തിരിച്ചു കളയുന്നത്? സഹോദരങ്ങളെ, രോഗം മാറാൻ വേണ്ടി CM-നോട് തേടുന്ന വരികളില്ലയോ? രോഗം മാറാൻ വേണ്ടി ബദരീങ്ങളോട് തേടുന്നവരില്ലയോ? അസ്ഹാബുൽ ബദറിൽപ്പെട്ട ആ ബദരീങ്ങളോട് പറയുകയാണ്, ദണ്ഡം വബാവ സൂരിയും അതുപോലെയുള്ള രോഗങ്ങളൊക്കെ വന്നാൽ സമയം കളയാതെ നീ വിളിച്ചോ, യാ അഹ്ല ബദർ ശുഹദാ. അതേ ബദർ ശുഹദാക്കളെ എന്ന് വിളിച്ചോ എന്ന് പറയുമ്പോ എന്തിനാണ് ആ ബദരീങ്ങൾ പോരാടിയതെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ മുഅ്മിനീങ്ങളെ? പറഞ്ഞു കൊടുക്കണ്ടേ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ? നിങ്ങള് ഒരു തരുമ്പും നിങ്ങളോട് ദേഷ്യമില്ല, പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് എത്ര വലിയ അക്രമമാണ് ഈ സമൂഹത്തോട്. നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ നിൽക്കണ്ടയോ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വസ്വാഹിബതിഹി വബനി ലികുല്ലി ഇംറിഇൻ മിൻഹും
തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് പ്രിയപ്പെട്ടവരെല്ലാം വിട്ടോടിപ്പോകുന്നൊരു ദിവസമാണ്. എന്താണ് കാരണം? ഓരോരുത്തർക്കും അവരുടേതായ ഭാരങ്ങൾ തന്നെയുണ്ട്. നഫ്സി 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 നഫ്സിയാ യൗമ യദ്ഉ ആദമും വ അംബിയാ. ആദം നബി മുതൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള സകല അമ്പിയാക്കന്മാരും പറയുന്നത് എന്താണ്? എൻ്റെ സ്വന്തം ബോഡി എന്താകും? മൈ ബോഡി, മൈ ബോഡി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിലപിക്കുകയാണ്, അവിടെ അട്ടഹസിക്കുകയാണ്, അവിടെ ബേജാറാവുകയാണ്. അങ്ങനെയുള്ള ലോകത്ത് റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോ നിങ്ങൾ കാരണത്താൽ ശിർക്കിലേക്ക് പോയൊരു ജനതയെ, ഏത് സഹോദരങ്ങളെ, ആ പാപം എവിടെയാണ് കൊണ്ടുകളയുക? ഒരിക്കലും സാധ്യമല്ലല്ലോ. റബ്ബ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത തിന്മയിലേക്കല്ലേ നിങ്ങൾ ഈ പാവപ്പെട്ട സമൂഹത്തെ കൊണ്ടുപോകുന്നത്? അല്ലേ? അവിടെയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബിയെ കുറിച്ച് പറയുമ്പോ, യാക്കൂബ് നബിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ആ 2 ഭാര്യമാരിൽ രണ്ടാമത്തെ ഭാര്യയിലുണ്ടായ 2 മക്കളാണ് അതേ മഹാനായ യൂസുഫ് നബിയും ബിന്യാമീനും. ഈ യൂസുഫ് നബിയെ കിണറ്റിലേക്ക് കൊണ്ടുപോയി മറ്റൊരു ഭാര്യയിലുള്ള ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയി വലിച്ചെറിയുമ്പോ ആ മഹാനായ യൂസുഫ് നബി അതിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഖുർആൻ പറയുന്നത് എന്താ? അയാബത്തിൽ ജുബ്ബ്. അയാബത്തിൽ ജുബ്ബ് എന്ന് പറഞ്ഞാൽ കേവലം കിണറല്ല. പണ്ഡിതന്മാർ മുഫസ്സിറുകൾ പറയുന്നത് കണ്ണുകൊണ്ട് തലയൊന്ന് എത്തി നോക്കിയാൽ കാണാൻ കഴിയാത്ത ആഴമുള്ള വെള്ളമില്ലാത്ത കൊടുമ്പിരുട്ടുള്ള കിണറാണ്. ആ കിണറിന്റെ അടിയിലേക്ക് യൂസുഫ് നബിയെ വലിച്ചെറിഞ്ഞപ്പോ ഇതൊന്നും അറിയാത്ത പാവം യാക്കൂബ് നബി എന്ന് പറയുന്ന പിതാവില്ലയോ വീട്ടിൽ നിന്ന് വിളിച്ചത്? അതേ മഹാന്മാരെ എന്നല്ലല്ലോ, കഴിഞ്ഞുപോയ ആദം നബിയെ എന്നല്ലല്ലോ, പരിശുദ്ധരായ മുഖറബീങ്ങളായ മലക്കുകളെ എന്നല്ലല്ലോ, ജീവിച്ചിരിക്കുന്ന ജിന്ന ഔലിയാക്കന്മാരെ എന്നല്ലല്ലോ. ഖുർആൻ വായിക്കൂ മുസ്ലിമേ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം എല്ലാ സുബഹി നമസ്കാരങ്ങളിലും ഇമാമത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹം എപ്പോഴും ഓതാറുള്ള സൂറത്താണ് സൂറത്ത് യൂസുഫ്. മഹാനായ ഉമർ തങ്ങളും ഓതിയിരുന്നത് ആ സൂറത്താണ്. ആ സൂറത്ത് ഓതുമ്പോഴാണ് അദ്ദേഹത്തിന് കുത്ത് കിട്ടുന്നത്. ഏത് വചനമെത്തുമ്പോ ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ സങ്കടങ്ങളും എൻ്റെ സന്താപങ്ങളും എൻ്റെ റബ്ബിലേക്ക് ഞാൻ ഇതാ സമർപ്പിക്കുകയാണ്, എൻ്റെ ശികായത്തുകൾ, എൻ്റെ വേവലാരികൾ എന്ന് പറഞ്ഞ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. അങ്ങനെ തന്നെ ഒരു വചനം ഖുർആനിൽ ഉണ്ടായിരിക്കെ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും ചൊല്ലുന്നൊരു മൗലൂദ് കിതാബില്ലേ, മങ്കൂസ് മൗലൂദ്. അതിലൊരു വരി തന്നെ എന്താണ്? ارتكبت على الخطا غير حسر وعداد لك أشكو لك أشكو لك أشكو فيه يا سيدي خير النبي. അതെ, പാപങ്ങൾ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട് നബിയെ, അങ്ങയോട് ഞാൻ ഇതാ ശിക്കായത്ത് ബോധിപ്പിക്കുന്നു, അങ്ങയോട് ഞാനിതാ ശിക്കായത്ത് ബോധിപ്പിക്കുന്നു. മഹാനായ യാക്കൂബ് നബി മകനെ നഷ്ടപ്പെട്ടപ്പോൾ ആ ശിക്കായത്ത് ബോധ്യപ്പെടുത്തിയത് റബ്ബിന്റെ മുന്നിലാണ്. ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, ഇലല്ലാഹ്, എൻ്റെ റബ്ബിനോട് ഞാനിതാ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പരമയാഥാർത്ഥ്യത്തിലേക്ക്, ആ മഹാ ആദർശത്തിലേക്ക് മടങ്ങിയാൽ കിട്ടാവുന്ന ദുനിയാവിൽ ഒരു നേട്ടമുണ്ട്. അതെന്താണ്? ഖുർആൻ പറഞ്ഞു നമ്മളോട്, വലാ തഹിനൂ, അത്തരം ആളുകൾ ഒരിക്കലും ധൈര്യം ചോർന്നു പോകാത്തവരാണ്, ധൈര്യം ചോർന്നു പോകേണ്ടവരല്ല നിങ്ങൾ. വലാ തഹ്സനൂ, സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ശത്രുക്കൾ വലിയ ആയുധങ്ങളുമായി വലിയ സന്നാഹങ്ങളുമായി തൗഹീദുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി വന്നാലും വിരണ്ടു പോകണ്ട എന്ന് അല്ലാഹ് പറയുന്നത് തൗഹീദ് മനസ്സിൽ സ്ഥാപിച്ചവരെയാണ്. ശൈഖ് ജീലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വചനം കാണാം, ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കണേ മോനെ മോളെ. ആ പള്ളിയിൽ നീ റബ്ബിനോടൊപ്പം ആരെയും വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്
എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വചനം ഓതുകയാണ്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അതേ, പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, അവരോടൊപ്പം ഒന്നിനെയും നിങ്ങൾ വിളിച്ചു തേടരുത്. അങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് വീണ്ടും പറയാണ്, നിങ്ങൾ ദുഃഖിക്കേണ്ട, ധൈര്യം ചോർന്നു പോകുന്നവരാകണ്ട. വഅൻതുമുൽ അഅലൂൻ, നിങ്ങൾ തന്നെയാണ്. എന്താ അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? വഅൻതുമുൽ അഅലൂൻ, അഫ്അൽ വസ്നാണല്ലോ പ്രയോഗിച്ചത്. ഏറ്റവും ഉന്നതർ നിങ്ങൾ തന്നെയാണ്, ഏറ്റവും ഉന്നതർ നിങ്ങൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റി എന്താണെന്നറിയുമോ? ഇൻ കുൻതും മുഅ്മിനീൻ, ഇൻ കുൻതും മുഅ്മിനീൻ. ഇത്രയും സമയം ഞാൻ ഇവിടെ ഒച്ചയുണ്ടാക്കി പറഞ്ഞ ആദർശമാണല്ലോ വേണമെന്ന് പറഞ്ഞത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാകണേ, തൗഹീദുള്ളവരാകണേ, തൗഹീദിന്റെ ചെങ്കോട്ട സ്ഥാപിക്കുന്നവരാകണേ എന്ന് അള്ളാഹു നമ്മളോട് പറയുകയാണ്. ദുനിയാവിൽ കിട്ടുന്ന നേട്ടം അതാണ്, പതറില്ല. ഹുബൈബിനെ തൻഈമിന്റെ മലമുകളിലേക്ക് ബദർ യുദ്ധാനന്തരം ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി കൊല്ലാൻ നിൽക്കുമ്പോ കുരിശിൽ തറച്ച ഹുബൈബിന്റെ കാലിൽ നിന്ന്, തുടയിൽ നിന്നൊരു മാംസം ഇങ്ങനെ മുറിച്ചെടുത്ത് ഹുബൈബിന്റെ മുന്നിലേക്ക് ഇങ്ങനെ വലിച്ചിട്ടപ്പോ ആ പച്ചയായ ശരീരത്തിൽ നിന്ന് ഒരു മാംസക്കഷ്ണം കൈകളിൽ കൊള്ളാവുന്ന അത്ര വലിപ്പമുള്ള ഒരു മാംസക്കഷ്ണം മുറിച്ചിട്ട് ഹുബൈബിന്റെ മുന്നിലേക്ക് ഇട്ടിട്ട് പറഞ്ഞതൊന്നു മാത്രമാണ്, ഹുബൈബേ, മുഹമ്മദ് പറയുന്ന ആദർശത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണോ? അദ്ദേഹത്തിൽ അവിശ്വസിക്കാൻ തയ്യാറാണോ? ഹുബൈബ് പറഞ്ഞ മറുപടി കേൾക്കണോ? തണ്ണിക്കടവുള്ളവരെ, അതിന്റെ ഒരു പകുതിയുടെ ആർജവമെങ്കിലും ഈ വിഷയത്തിൽ നമ്മൾക്ക് വേണ്ടതില്ലയോ? കഴുമരത്തിൽ നിന്നാണ് ഹുബൈബ് പറഞ്ഞത്. എന്റെ മുത്തുനബിയിൽ അവിശ്വസിക്കുന്നത് പോയിട്ട് ആ മുത്തുനബിയിൽ അവിടുത്തെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഈ ഹുബൈബ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞോളൂ എന്ന് അദ്ദേഹം പറയുമ്പോ ഹുബൈബിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിഞ്ഞപ്പോ കൊല്ലാൻ നിൽക്കുന്ന ശത്രുക്കളുടെ ചോദ്യമുണ്ട്, എന്തിനാണ് ഹുബൈബേ നീ കരയുന്നത്? നിനക്ക് കുറ്റബോധമുണ്ടല്ലേ? നീ ഞങ്ങളുടെ ആദർശത്തിലേക്ക് വരണം ആഗ്രഹിക്കുന്നുവല്ലേ? ഹുബൈബ് പറഞ്ഞു, ഞാൻ കരഞ്ഞത് അതിനൊന്നുമല്ല, ഞാൻ കരഞ്ഞത് അതിനൊന്നുമല്ല. ഞാൻ കരഞ്ഞത് എനിക്കൊരു 100 ശരീരം ഉണ്ടാകാതെ പോയല്ലോ. 100 ശരീരം ഈ ഹുബൈബിനുണ്ടായിരുന്നെങ്കിൽ ഒരു 100 ഷഹീദിന്റെ പദവി കിട്ടുമായിരുന്നല്ലോ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ആദർശമാണത്, എന്തൊരു ധൈര്യമാണത്, എന്തൊരു ചങ്കൂറ്റമാണത്. ഞാൻ നിങ്ങളോട് ഉറക്കെ പറയുന്നു, തൗഹീദിന്റെ വചനം മനസ്സിൽ കൊത്തിവെച്ചത് കൊണ്ടാണത്. പതറില്ല എവിടെയും, തളരില്ല എവിടെയും. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് പ്രഖ്യാപിച്ചോ, തെറ്റാലയിൽ വലിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയെ തീയിലേക്ക് എറിയുമ്പോ ആ തീയിലേക്ക് ചാടുന്ന ചെറിയ സമയമുണ്ടല്ലോ, ആ സമയത്തിന്റെ ഇടക്ക് ഇബ്രാഹിം നബി പറഞ്ഞ വചനമാണ്, ഹസ്ബി അല്ലാഹ്. ഞങ്ങൾ ഇതാ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, റബ്ബിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് ഉദർ പറയാൻ വേണ്ടി റബ്ബി അല്ലാഹ്, അത് എന്റെ റബ്ബ് അല്ലാഹയാണെന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി, അല്ലെങ്കിൽ എനിക്ക് എന്റെ റബ്ബ് മതി, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി, അല്ലാഹ് മതി, വനിഅമൽ വകീൽ. ജീവിതത്തിന്റെ സകല പ്രാരാബ്ദങ്ങളും കെട്ടഴിച്ചു വെക്കാൻ, ജീവിതത്തിലെ സകല പ്രയാസങ്ങളും അഴിച്ചു വെക്കാൻ എന്റെ റബ്ബ് മതിയായവനാണ്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. എന്തൊരു സുഖമാണ് ആ പ്രഖ്യാപനത്തിൽ. ഇത് സങ്കടം വന്ന ജാറത്തിലേക്ക് പോവുക, മോളെ കല്യാണം നടക്കാൻ ഇന്ന ജാറത്തിലേക്ക് പോവുക, ഇന്ന കെണിയാനെ കാണുക, ഇന്ന ഉസ്താദിന്റെ അടുത്ത് ചെന്ന് വേറെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക. ആവശ്യമില്ല, എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുന്ന ഒരവസ്ഥ നമ്മളിലേക്കുണ്ടാകണം. സഹോദരങ്ങളെ, അതാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ പ്രധാന ഭാഗമെന്ന് കൂട്ടത്തിൽ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസപരമായി ഏറ്റവും നല്ല ആളുകളായി മാറുന്നതോടൊപ്പം തന്നെ ഒരിക്കലും ജീവിതത്തിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത പുത്തനാചാരങ്ങൾ കടന്നു വരുന്നില്ല എന്ന് നമ്മളെല്ലാവരും ഉറപ്പിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും അടിയുറച്ച് ജീവിതത്തിൽ അത് പ്രഖ്യാപിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ മാത്രമാണ്, പ്രിയപ്പെട്ടവരെ, തൗഹീദിന്റെ കൂടെ അതുണ്ടാകുമ്പോൾ മാത്രമാണ് നാളെ പരലോകത്ത് നമുക്ക് വിജയം സാധ്യമാവുകയുള്ളൂ.
ചൂഷണമുക്തമായൊരു ജീവിതം, ആരെയും ഏത് ശത്രുവിനെയും ഭയപ്പെടാത്ത ഒരു ഹൃദയം, തൗഹീദ് ഉൾക്കൊണ്ടൊരു ഹൃദയം, അതുള്ളതോടൊപ്പം തന്നെ വിശ്വാസ ആചാര കർമ്മങ്ങളിൽ ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. അതിനെന്ത് വേണം? അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ വേണം. സമൂഹത്തിൽ നിന്ന് ജീർണകൾ നീങ്ങിപ്പോകാൻ നേരത്തെ ഇവിടെ സംസാരിച്ച നിയാസ് സ്വലാഹി പറഞ്ഞില്ലേ, അത് വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റാണ്. എന്താണത്? അള്ളാഹുവിന്റെ റസൂൽ മക്കത്ത് വന്നിട്ട് 13 കൊല്ലം സംസാരിച്ചത് കള്ളുകുടിയെ കുറിച്ചല്ല, വ്യഭിചാരത്തെ കുറിച്ചല്ല, മറ്റു തിന്മകളെ കുറിച്ചല്ല, നേരെ മറിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചാണ്. അതിൽ നിന്ന് അവർ സംസ്കരിക്കപ്പെട്ടപ്പോ, ആ ആദർശത്തിലേക്ക് അവർ വന്നപ്പോ, അവരുടെ മറ്റുള്ള എല്ലാ ദുരാചാരങ്ങളിൽ നിന്നും അനാവശ്യങ്ങളിൽ നിന്നും അവർക്ക് മാറാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ തൗഹീദ് ക്ലിയർ ആക്കുന്നതോടൊപ്പം തന്നെ പുത്തനാചാരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുക. 3 കാര്യത്തിലൂടെയാണ് ബിദ്അത്ത് കടന്നു വരിക. 3 കാരണങ്ങളാ പറയാ. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ? നിസ്കാരത്തിന്റെ വിഷയത്തിൽ വരെ ബിദ്അത്തുകൾ നടമാടുന്ന ഒരു സാഹചര്യം. ഒരു മരണ വീട്ടിൽ എന്തെല്ലാം ദുരാചാരങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പ്രസവം നടക്കുന്ന വീട്ടിൽ, അതുപോലെ തന്നെ ഖബർ മറമാടുന്ന സമയത്ത്, അതുപോലെ തന്നെ സുബഹിയുടെ ഖുനൂത്ത്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. പക്ഷെ നമ്മൾ വിശുദ്ധ ഖുർആനിലേക്ക് തിരുസുന്നത്തിലേക്ക് അതിനെ മടക്കിയാലോ പ്രശ്നങ്ങൾ തീർന്നു. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണ് എങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താ? പ്രയാസങ്ങളും ദീനീപരമായ തർക്കങ്ങളൊക്കെ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. പക്ഷെ ജനങ്ങൾ എന്താ പറയാന്നറിയോ? ഇത് പരമ്പരാഗതമായി ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്നാ പറയാ. അപ്പൊ ഞങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെങ്കിൽ അവരൊക്കെ നരകത്തിലാണോ എന്ന് ചോദിക്കും. രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ? കുറെ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അത് ശരിയാവൂലേ? ബിദ്അത്തുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? ഒന്ന് പരമ്പരാഗതമായി കിട്ടിയതാണെന്ന് പറയും, കുറെ ആളുകൾ ചെയ്യുന്നുണ്ടെന്ന് പറയും, ചില ആളുകൾ എന്താ പറയാ? നല്ലതല്ലേ എന്ന് പറയും. സഹോദരങ്ങളെ, കുറച്ച് ഒറിജിനലിനേക്കാൾ ചിലപ്പോൾ തിളക്കണ്ടാവും ബിദ്അത്തുകൾക്ക് അല്ലേ? എന്തെല്ലാം ബിദ്അത്തുകൾ നാട്ടിൽ നടക്കുന്നുണ്ട് സജീവമായിട്ട്. നല്ല ഓഫറുകളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആ രംഗത്ത് ഉണ്ടാവും. പക്ഷെ നല്ലതല്ലേ എന്നുള്ളതല്ല ഇസ്ലാമിലേക്കുള്ള മാനദണ്ഡം. പിന്നെയോ മാ ഖാല റസൂലുള്ളാഹ്, അല്ലാഹു എന്ത് പറഞ്ഞോ അതാണ് ദീൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞോ അതാണ് ദീൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് പ്രിയപ്പെട്ടവർ ഇസ്ലാമിക ചരിത്രം വായിച്ചു നോക്കുമ്പോ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ പറയാറുള്ളത് എന്താണ്? മാലയും മൗലീദും ഹദ്ദാദും ഖുതുബിയ്യത്തും അടക്കമുള്ള പദ്യങ്ങളും പദ്യഗദ്യ സമ്മിശ്രങ്ങളും അടക്കമുള്ള അത്തരം മാല മൗലീദുകൾ വായിക്കാത്ത, അതിൽ വിശ്വസിക്കാത്ത, അത് സ്വീകരിക്കാത്ത ആളുകൾ ആരൊക്കെയുണ്ടോ അവരെയൊന്നും ഖാദി സ്ഥാനത്തേക്ക് പറ്റില്ല. അതുപോലെ തന്നെ അവരെയൊന്നും ഖതീബാകാനും പാടില്ല. ഇതൊക്കെ ഇസ്ലാമിൽ കടന്നു വന്ന ബിദ്അത്തുകളാണ് മാലയും മൗലൂദൊക്കെ. നമ്മൾ ചോദിക്കാറുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഈ ഒരു ഓഫർ കിട്ടിയ മഹാനാരാണ്? ഒരു സഹാബിയാരാണ്? സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഇന്ന് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനേക്കാൾ ഭവ്യതയോട് കൂടി കൊണ്ടു നടക്കുന്ന ആ അത്തരം മാലകളും മൗലൂദുകളും ചൊല്ലിയ ഒരു മഹാനാരാന്ന് ചോദിക്കുമ്പോ അതൊക്കെ അന്ന് മുഹിയുദ്ദീൻ ശൈഖ് ഉണ്ടോ, അന്നൊക്കെ എന്താ റിഫായി ശൈഖ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. ഇല്ല. ആ മഹാന്മാരെ പേരിൽ ഏതെങ്കിലും ഒരു സഹാബത്തിന്റെ പേരിലോ പ്രവാചകന്റെ പേരിലോ സഹാബികളൊരു മാലയും മൗലൂദും ഉണ്ടാക്കി അത് പാരായണം ചെയ്തിട്ട് ആ പാരായണത്തിലൂടെ സ്വർഗം നേടിയെടുത്തൊരു സഹാബിയുണ്ടോ? കാണാൻ പറ്റൂല. ഇതൊക്കെ എതിർത്ത് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് എന്താ പറയാന്നറിയോ? നിങ്ങൾ പുത്തംവാദികളായതുകൊണ്ട് നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റാത്തത്. ഞാൻ ചോദിക്കട്ടെ, വളരെ ലളിതമായൊരു ചോദ്യം സ്നേഹത്തോട് ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും പഴക്കമുള്ള മൗലൂദ് ഏതാ? നമ്മുടെ നാട്ടിൽ ഏറ്റവും പഴക്കമുള്ള മൗലൂദ് മങ്കൂസ് മൗലൂദാണ് അല്ലെ? ഉസ്താദന്മാരുണ്ട്, ഓൽക്കൊക്കെ അറിയാലോ. ഈ മങ്കൂസ് മൗലൂദിന്റെ ആയുസ് എത്രയാ? അതിന്റെ പ്രായം എത്രയാന്ന് ചോദിച്ചാൽ വെറും 400 കൊല്ലം. ആ 400 കൊല്ലം കഴിഞ്ഞാൽ പിറകോട്ടണ് പോയാൽ പിന്നെ 1000 ചില്ലാനം കൊല്ലം കൂടി നബിയിലേക്ക് പോകല്ലേ?
അപ്പൊ ഏറ്റവും പഴക്കമുള്ള ഒരു നമ്മുടെ നാട്ടിലുള്ള മൗലീദ് വരെ 400 കൊല്ലം പഴക്കമുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ചൊല്ലല്ല. അത് നിങ്ങൾ ആഗ്രഹ അഭിലാഷങ്ങൾക്ക് നിങ്ങൾ ചൊല്ലല്ലേ. രോഗം മാറാനും പ്രത്യേക മുറാദ് ഹാസുലുകളാകാനും നിങ്ങളത് ചൊല്ലല്ലേ എന്ന് പറഞ്ഞാൽ, അത് വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മുജാഹിദുകൾ പുത്തംവാദികളാവുക? അത് നബി ചൊല്ലിയിട്ടില്ല, അതുകൊണ്ട് നമുക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ പുത്തംവാദികളാവുക? അത് ലളിതമായൊരു ചോദ്യമല്ലേ. പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും പഴക്കമുള്ള മാല ഏതാ? മുഹിയുദ്ദീൻ മാലയാണ്. കോഴിക്കോട്ടുകാരനായ ബഹുമാനായ ഖാദി മുഹമ്മദ് എഴുതിയൊരു മാല ഉണ്ട്, മുഹിയുദ്ദീൻ മാല. നമ്മൾ ആരും കൊച്ചാക്കാനൊന്നും ഉദ്ദേശിക്കണില്ല, എല്ലാ ബഹുമാനം വകച്ചുകൊണ്ട് തന്നെ പറയണത്. ആ മുഹിയുദ്ദീൻ മാലയുടെ പ്രായവും വെറും 400 കൊല്ലം. ഈ 400 കൊല്ലം മുമ്പ് വന്ന ഈ മാല മൗലൂദുകൾ നോക്ക് നിങ്ങൾ. മുഹിയുദ്ദീൻ മാലയെ കുറിച്ച് പറയുന്നത് എന്താണ്? മൊഴിയൊന്നും കളയാതെ പിണയാതെ ചെന്നോർക്ക് മണിമേടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. മുഹിയുദ്ദീൻ മാല തെറ്റാതെ ചൊല്ലിയ സ്വർഗത്തിൽ കൊട്ടാരം. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഓഫർ പഠിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ചോദിക്കണ പുത്തംവാദി എന്ന് പറഞ്ഞ മറുപടി ആവോ? അത് ചോദിക്കണത് ശരിയല്ല എന്ന് പറഞ്ഞാൽ മറുപടി ആവോ? ഓരോ വായന കേൾക്കണ്ട. അവരെ പരിപാടികൾ നമ്മൾ എങ്ങനെയൊക്കെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയാൽ പെർമിഷൻ മുടക്കി കൊളാക്കണം. പല സ്ഥലത്തൊക്കെ നടക്കാറുണ്ട്. അതോടൊക്കെ ഇതിന് ഉത്തരാകുമോ? പരലോകത്ത് വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഉത്തരാകുമോ? സഹോദരങ്ങളെ, അവിടെയാണ് 400 കൊല്ലം മാത്രം പഴക്കമുള്ള ഈ മുഹിയുദ്ദീൻ മാല ചൊല്ലിയിട്ട് സ്വർഗത്തിലൊരു കൊട്ടാരം കിട്ടുമെങ്കിൽ അത് കിട്ടിയൊരു സഹാബിയാരാണ്. അവരല്ലേ നമ്മുടെ മുൻഗാമികൾ, അവരല്ലേ സലഫുകളിൽ മുൻപന്തിയിലുള്ളവർ, അവരല്ലേ സ്വർഗത്തിൽ ഉന്നതർ. അവർക്ക് കിട്ടാത്തൊരു ഓഫർ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഈ തണ്ണിക്കടവിലുള്ള ഏതെങ്കിലുമൊക്കെ ഈ മാരി മോരുതും ചൊല്ലിയ ആൾക്കാർ നാളെ പരലോകത്ത് വരുമ്പോ അല്ല അങ്ങനെ ഹിസാബ് ചെയ്യുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു നബിയോട് ചോദിക്കൂലെ, നബിയെ നിങ്ങൾ എന്തേ നമുക്ക് പറഞ്ഞു തരാത്ത കുറെ ഓഫറുകൾ ഓൽക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, ഓലിൽ കുറെ മുഹിയുദ്ദീൻ മാലി റാത്തീബൊക്കെ കാണുന്നുണ്ടല്ലോ, എന്തേ അമ്മക്ക് തരാതിരുന്നെന്ന് ഓല് ചോദിക്കൂലേ? അല്ലെ, ലളിതമായൊരു ചോദ്യം ചോദിക്കൂലേ? കാരണം അവരൊക്കെ ദീനിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ആൾക്കാരാണ്. ശരീരം വരെ ദീനിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായ ആൾക്കാരാണ്. ചരിത്രമൊക്കെ നമ്മൾ കേട്ടതല്ലേ സഹോദരങ്ങൾ. അവിടെയാണ് ഇത്തരം ബിദ്അത്തിന്റെ മാലകളും മൗലൂദുകളും നമ്മൾ കൈവെടിയുക. ഖുർആനിലേക്ക് മടങ്ങുക, സുന്നത്തിലേക്ക് മടങ്ങുക. അതിൽ നേരിട്ട വഴികളുള്ളൂ, കുറുക്കു വഴികളില്ല. നമ്മളെ നാട്ടിൽ ചൊല്ലുന്നൊരു സ്വലാത്തില്ലേ, നാരിയ സ്വലാത്ത്. ആ നാരിയ സ്വലാത്ത് കത്തിപ്പടരുന്ന സ്വലാത്ത് എന്ന് അതിന്റെ അർത്ഥം. ആ നാരിയ സ്വലാത്തിന്റെ വയസ്സെത്രയാ? മൊറോക്കോക്കാരൻ എഴുതിയതല്ലേ, 600 കൊല്ലം. ഈ 600 കൊല്ലത്തിന്റെ മുമ്പ് 601 കൊല്ലം എണ്ണാൻ അതിന് ആയുസില്ല. അതിന്റെ സനദ് അവിടെ മുറിയുന്നു. അപ്പൊ നമുക്ക് മാതൃകയാണെന്ന് പറഞ്ഞ ഏറ്റവും നല്ല തലമുറ എന്റെ സഹാബികൾ, പിന്നീട് അതിന്റെ അടുത്ത 100 കൊല്ലം താബിഈങ്ങൾ, പിന്നീട് അതിന്റെ അടുത്ത 100 കൊല്ലം തബഉ താബിഈങ്ങൾ. ചോദിക്കട്ടെ, ആ താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അതിൽ ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ 1400 കൊല്ലം ബാക്കോട്ട് പോകണം. നമ്മുടെ നാട്ടിൽ ചെല്ലുന്ന സ്വലാത്താണ് നാരിയ സ്വലാത്ത്, ഏറ്റവും പഴക്കമുള്ള സ്വലാത്ത. അതിന് 600 കൊല്ലത്തെ വയസ്സുള്ളൂ. അതുകൊണ്ട് നമുക്കത് മെല്ലണം മാറ്റി വെച്ചാൽ അയാൾ പുത്തംവാദിയാവോ? ആവോ? ഇല്ല. നമ്മൾ പറയുന്നത് നബിയിലേക്ക് മടങ്ങണമെന്ന. ഇവിടുന്ന് ചെങ്ങല കുലുക്കിയാൽ ചെങ്ങല നബിയിലാണ് കുലുങ്ങണം, അപ്പോഴേ സെനതാവുള്ളൂ. ഈ സെനത് 600 കൊല്ലത്തിന്റെ അടുത്ത് മുറിയുന്നു. മാത്രമല്ല നമ്മുടെ നാട്ടിൽ കാണുന്ന ബുർദ ബൈത്ത്, നമ്മുടെ ചില ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കലുണ്ട്, ബുർദയൊക്കെ ഇപ്പൊ മാറ്റി മൈക്കിൾ ജാക്സൺ സ്റ്റൈലിലാണ്. ഏത് സ്റ്റൈല് ചൊല്ലിയാലും ദീനിന്റെ പേരിൽ അതിനെ വരവ് വെക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബുർദ ബൈത്തിന് എത്ര കൊല്ലമാണ് പ്രായമുള്ളത്? 700 കൊല്ലം. 700 കൊല്ലം. ഇനി നമ്മുടെ നാട്ടിലുള്ള നബിദിനാഘോഷം എന്ന് പറയുന്നൊരു പുത്തനാചാരമുണ്ടല്ലോ, ജന്മദിനാഘോഷം എന്ന് പറയുന്നൊരു പുത്തനാചാരമുണ്ടല്ലോ. വെറും 800 കൊല്ലത്തെ ചരിത്രമേ അതിന് പറയാനുള്ളൂ. ഫാത്തിമാക്കളിൽപ്പെട്ട ഉബൈദികൾ കൊണ്ടുവന്നൊരു പുത്തനാചാരമാണ്. ഇങ്ങനെയുള്ള 100 കണക്കിന് വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ ഇതൊന്നും പ്രിയപ്പെട്ടവരെ 1400 കൊല്ലങ്ങളിലേക്ക് എത്തുന്നില്ല. ഇപ്പൊ ചില ആൾക്കാർ പറയും, നിങ്ങളൊരു ഐക്യത്തിന് വേണ്ടി ഇതൊക്കെ സമ്മതിച്ചു കൊടുത്താളിന്ന്, ഇങ്ങനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ മഹല്ലില് എന്നും കാണണ്ടോലല്ലേ.
എന്ന് മുഖാമുഖം കാണുന്നവരല്ലേ, നിങ്ങൾ എന്തിനാ വെറുതെ അത് ശിർക്കാണ്, ഇത് ബിദഅത്താണെന്നൊക്കെ പറയണത്, അത് സമ്മതിച്ചു കൊടുത്തൂടെ? അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കുക? ഇവിടെ എന്തിനാ മുജാഹിദ് പള്ളി ഉണ്ടായത്? ഇവിടെ എന്തിനാ സമസ്തക്കാരെ പള്ളി ഉണ്ടായത്? കേരളത്തിൽ ഒരുപാട് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പള്ളികളുണ്ട്. അത് ഞങ്ങൾ എന്തിനുണ്ടാക്കിയതാ? റസൂലുള്ളാഹിന്റെ സുന്നത്തും അവിടുത്തെ തൗഹീദും ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ആദർശം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം, ഇമാം ദാറുൽ ഹിജ്റ എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ് മാലിക് ബിൻ അനസ്. കേട്ടിട്ടില്ലേ? മദീനയിലെ ഖാദിയാണ്, മദീനയിലെ ജഡ്ജിയാണ്, മദീനയിലെ ഖതീബാണ്, മദീനയിലെ മുദർരിസാണ്, മദീനയിലെ ഇമാമാണ്. അതുകൊണ്ട് ഇമാം ദാറുൽ ഹിജ്റ, ഹിജ്റയുടെ നാട്ടിലെ ഇമാം. ആ ഇമാം മാലിക് ബിൻ അനസ് പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാ സദസ്സും നമ്മൾ കേട്ടതാ. അത് ഞാനിതാ ഈ തണ്ണിക്കടവിലും കേൾപ്പിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും ഇസ്ലാമിലേക്ക് ഒരു പുതിയ ആചാരം കൊണ്ടുവന്നാൽ യറാഹാ ഹസനാ, അതിനെ അവൻ നല്ലതായി കാണുകയും ചെയ്താൽ, അല്ലെങ്കിൽ നല്ലതാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്താൽ, അവൻ പറയാതെ വാദിക്കുന്നത് എന്താണെന്നറിയുമോ? കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ ഇമാം മാലിക് ബിൻ അനസ് പറയുന്നു, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. എന്താ അതിന്റെ അർത്ഥം? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത്. മഅദല്ലാഹ്, ദീനിലേക്ക് ഒരു പുത്തൻ ആചാരം കൊണ്ടുവന്നാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, ആരാണത് ചെയ്യാത്തതെന്ന് പറഞ്ഞുകൊണ്ട്, പാരമ്പര്യമായി കിട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ദീനിലേക്ക് വല്ല പുതിയ ആചാരങ്ങളും കൊണ്ടുവന്നാൽ അവൻ വാദിക്കുന്നത്, ജീവൻ വരെ കൊടുത്ത് ദീനിനെ പ്രചരിപ്പിച്ച റസൂലുള്ളാഹിയുണ്ടല്ലോ, ആ റസൂലുള്ള ദീനിലെ വഞ്ചന കാണിച്ചു. ആ വാക്കിന്റെ കനം എത്രയാണ് കൂട്ടരെ! വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത്. കാരണം ലിഅന്നല്ലാഹ യഖൂൽ, അല്ലാഹ് പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. മായിദയിലെ 3-ാമത്തെ വചനാണത്. സുദീർഘമായ ആയത്തിന്റെ കുറച്ചു ഭാഗമാണത്. എന്താണല്ല പറഞ്ഞത്? ഇന്നേ ദിവസം ദീനിനെ ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ദീനിലേക്കൊരു പുതിയ വിശ്വാസം വേണ്ട, ഇനി ദീനിലേക്ക് പുതിയൊരു ആചാരങ്ങൾ വേണ്ട, ഇതിലേക്ക് പുതിയൊരു ദിക്ർ വേണ്ട. അല്ലേ? നമ്മുടെ നാട്ടിലിപ്പോ കുറെ പുതിയ ദിക്റുകളുണ്ട്. അതിനെ എതിർക്കുമ്പോ ചോദിക്കും, നിങ്ങൾക്ക് ദിക്റില്ലല്ലേ? ഈ സംസാരം കേൾക്കുന്ന ഏതെങ്കിലും സമസ്തക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് പറയാണ്, ഞങ്ങൾക്ക് ദിക്റില്ല നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വേദിയിൽ നിന്നാണ് നിങ്ങൾ കേൾക്കേണ്ടത്, ഞങ്ങൾക്ക് ദിക്റുണ്ടോ ഇല്ലേ? ഞങ്ങൾ ഇവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, ഇതവിടെ റെക്കോർഡിംഗ് ഉണ്ട്, ഇതവിടെ ഈ നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ട്. ദിക്റിനെ റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു ദിക്റിനെ നിഷേധിക്കുന്ന ഒരു മുജാഹിദിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഞങ്ങൾ അദ്കാർ സ്വബാഹ് ചെല്ലുന്ന ആൾക്കാരാ. രാവിലെ പഠിപ്പിക്കപ്പെട്ട 18ഓളം അദ്കാറുകൾ, വൈകുന്നേരത്തെ അദ്കാറുകൾ, വാഹനത്തിൽ കയറുമ്പോ, വസ്ത്രം ധരിക്കുമ്പോ, വീട്ടിൽ കയറുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഒരാൾ നമുക്ക് ഭക്ഷണം തന്നാൽ, ബാത്റൂമിലേക്ക് കയറുമ്പോ, ഇറങ്ങുമ്പോ, എവിടെയെല്ലാം എല്ലാം കഴിഞ്ഞ് അവസാനം തന്റെ ബെഡിലേക്ക് അടുത്തുമ്പോ, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹിയ ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളുഹ്രി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയ്യിക അല്ലദീ അർസൽത. ഇതും പറഞ്ഞുകൊണ്ടാണ് അവസാനമായി ചൊല്ലിയിട്ടാ കിടക്കുന്നത്. അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞതും പറയാത്തതുമായ ദിക്ർ ഇനിയും കുറേയുണ്ട്. ഇതിനെ നിഷേധിക്കുന്ന ആരെങ്കിലും മുജാഹിദുകളിൽ ഉണ്ടോ? ഇല്ല. എന്നാൽ ഞങ്ങൾ എതിർക്കുന്ന കുറെ ദിക്റുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹാ ഹീ ഹോ ഹും. അത് എവിടുന്ന് വന്നതാ? അത് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് പ്രമാണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രമാണം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ അത് ചൊല്ലാൻ തയ്യാറാണ്. എന്റെ നാട് മണ്ണാർക്കാടിന് തൊട്ടടുത്തുള്ള പ്രദേശമാണ്. അവിടെ ഒരു അമ്പംകുന്ന് ബീരാൻ ഔലിയ പാപ്പ, അദ്ദേഹത്തിന്റെ ദിക്ർ തന്നെ ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ,
ലാ പല്ല ഇല്ലല്ലാഹ്, ലാ ബത്ന ഇല്ലല്ലാഹ്, ലാ തല വലാ വാല ഇല്ലല്ലാഹ്. ഇതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ദിക്റില്ല എന്ന് പറഞ്ഞ ഉത്തരാവോ? മുച്ചീട്ട് കളിക്കാരൻ ചീട്ട് കളിച്ച് പൈസക്ക് മുടിച്ചപ്പോ ഒരു ഭാര്യ കൊണ്ടുവന്നിട്ട് ബീരാൻ ഔലിയപ്പാപ്പന്റെ മുമ്പിൽ കൊടുന്നു. ഔലിയപ്പാപ്പ, എന്റെ ഭർത്താവ് ഉള്ള പൈസ ഒക്കെ വിറ്റ് പെറുക്കിയിട്ട് ഇല്ല പറമ്പൊക്കെ വിറ്റ് പെറുക്കി ചീട്ട് കളിച്ച് കളഞ്ഞു, അതുകൊണ്ട് ഇയാൾക്കൊരു ദിക്ർ പറഞ്ഞു കൊടുക്കണങ്ങള്. ലാ മുച്ചീട്ട ഇല്ലല്ലോ, 1.5 ലക്ഷം വട്ടം ഉറങ്ങരുത് രാത്രി. ഇങ്ങനത്തെ ദിക്ർ ഇവിടുന്നാ? പല്ലുവേദന കൊണ്ട് ചെന്നാൽ പല്ല ഇല്ലല്ലാ. സഹോദരങ്ങളെ, ഇതിനെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. വുളൂകൾ ചെയ്യുമ്പോൾ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പ്രത്യേകം ദുആകൾ ഉണ്ടെന്ന് പഠിപ്പിച്ചില്ലേ? അതിന് വരെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥാനമില്ലാത്തത് കൊണ്ട് പണ്ഡിതന്മാർ അതിനെ നിരാകരിച്ചിട്ടില്ലയോ? ദിക്റുണ്ട്. കാസർഗോഡ് ഭാഗത്തെ ഒരു പരിപാടിക്ക് പോണ സമയത്ത് ഒരു സുഹൃത്ത്, ഒരു മുസ്ലിയാര്, ഒരു സഹോദരൻ, ഒരു മുസ്ലിയാരുട്ടിയാണ്. അദ്ദേഹം നമ്മളെ വാഹനത്തിൽ കയറിയപ്പോ അദ്ദേഹം നമ്മളെ താടി കണ്ടപ്പോ ചോദിക്കുമല്ലോ, സ്വാഭാവികമാണല്ലോ, നിങ്ങൾ മുജാഹിദാണോ? അപ്പൊ ഞാൻ പറഞ്ഞു അതേ മുജാഹിദാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം തരുന്നത്, നിങ്ങൾക്ക് നബി ഉണ്ടോ എന്നൊരു ചോദ്യം. അള്ളാഹുവാണ് സത്യം, അദ്ദേഹം ചോദിക്കുകയാണെങ്കിൽ നബി ഉണ്ടോ? അപ്പൊ ഈ ചോദ്യത്തിന്റെ പിന്നിലുള്ള ചരിത്രം വായിക്കും എന്താ മനസ്സിലാവുന്നത്? ഇദ്ദേഹം പഠിക്കുന്ന പള്ളി ദർസുകളിലും ഇദ്ദേഹത്തിന് വിജ്ഞാനം നുകർന്നു കൊടുക്കുന്ന പണ്ഡിതന്മാരും മുജാഹിദുകൾക്ക് നബില്ല എന്നല്ലേ പറഞ്ഞു കൊടുക്കുന്നത്? നുണയല്ലേ അത്? നുണയല്ലേ അത്? ഹബീബായ റസൂലുള്ള ഉക്കാലയിലും മജന്നായിലും ദുൽമജാസിലും നടത്തിയ ആ മഹത്തായ ആദർശം ഞങ്ങൾ ഇവിടെ പറയുമ്പോൾ അത് നബിയോടുള്ള സ്നേഹമാണ്. കാരണം ഞങ്ങൾ നബി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ബല്യവും മിന്നി വലുവായ ഒരായത്താണ് നിങ്ങൾക്ക് അറിയാം, അത് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കി. നിങ്ങളെ ജനങ്ങളോട് ദഅവത്ത് നടത്തൂ. റസൂലുള്ള പറഞ്ഞ പോലെ താടി വെക്കൂ. ഈ താടി വെച്ച എന്തിനാ? നബിയോടുള്ള സ്നേഹ. നെരിയാണിക്ക് മേലെ ഡ്രസ്സ് ധരിക്കുന്നത് എന്തിനാ? നബിയോടുള്ള സ്നേഹാൻ. സാമ്പത്തിക ചൂഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തിനാ? നബിയോടുള്ള സ്നേഹാൻ. തന്റെ കുടുംബത്തെ, തന്റെ മക്കളെ ദീനീപരമായി വളർത്തുന്നത് എന്തിനാ? മുത്തുനബിയോടുള്ള സ്നേഹാൻ. നബി ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്നിട്ട് മക്കത്തെ മുഹമ്മദ് ഇവർക്ക് ഒന്നാണെന്ന് പറയുന്നവർ അല്ലേ? സഹോദരങ്ങൾ, ഇങ്ങനെ ധാരാളം തെറ്റിദ്ധരിപ്പിക്കലുകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുന്നത് എന്താ അറിയോ? ഒറ്റ കാര്യം, ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകൂനുൽ യൗമ ദീനാ. നബിയുടെ കാലത്ത് ദീനല്ലാത്തതൊന്നും ഇന്നും ദീനല്ല. നബിയുടെ കാലത്ത് ദീനല്ലാത്തത് എന്താണോ അത് ഇന്നും ദീനാകാൻ പാടില്ല. നിങ്ങൾ ഖുർആൻ എടുത്തോ, സൂറത്തിൽ വാക്യം അറിയിക്കേ. ഇനി സൂറത്തിൽ ഹാക്കയാണെന്നോ എനിക്ക് രണ്ടിലേതോ സംശയം ഉണ്ടെങ്കിൽ പരിശോധിക്കണം. വിശുദ്ധ ഖുർആൻ ഈ അധ്യായങ്ങളിൽ പറയുന്ന ഒരു വാക്കെന്താന്ന് ചോദിച്ചാൽ, ഓ നബിയെ, താങ്കൾ എങ്ങാനും ദീനീപരമായ കാര്യത്തിൽ വല്ലതും താങ്കൾക്ക് ഇഷ്ടപ്പെട്ടത് കടത്തിക്കൂട്ടിയാൽ, ഇപ്പൊ ദീനിലേക്ക് വല്ലതും കൊണ്ടാൻ അധികാരം ഇപ്പൊ നബിക്കുള്ളൂ. ആ നബിയോട് വരെ അല്ലാഹ് പറഞ്ഞ എന്താ? നിങ്ങൾ കൊണ്ടുവന്നാൽ എന്റെ വലത് കൈ കൊണ്ട് താങ്കളെ ഞാൻ പിടിക്കും നബിയെ. എന്റെ വലത് കൈ കൊണ്ട് താങ്കളുടെ ജീവനാടി ഞാൻ മുറിച്ചു കളയും നബിയെ. അള്ളാഹുവിന്റെ റസൂലിനോട് വരെ അള്ളാഹ് അത്ര ഗൗരവമായ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾക്കോ നമ്മുടെ ഉസ്താദന്മാർക്കോ പണ്ഡിതന്മാർക്കോ നേതാക്കന്മാർക്കോ ദീനിലൊരു പുതിയ ആചാരം കൊണ്ടുവരാൻ അവകാശമുണ്ടോ? ഒരു കാര്യം മനസ്സിലായി, 1400 കൊല്ലം റസൂലുള്ളാഹി വഫാത്തായിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം നബിയായി ജീവിച്ചിട്ട് മരിക്കോളം നബിന്റെ കൊരവള്ളി അള്ളാഹ് മുറിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? മുത്ത് ഹബീബ് ദീനിലേക്ക് ഒന്നും പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ സംസാരിച്ചത് അഖിലവും എന്തായിരുന്നു? അതേ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കാൻ, നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെ ചെറുതായി മാറി വരുന്നുണ്ട്. കൂടുതൽ അത് പ്രയാസമാകുന്നതിന് മുന്നേ ഞാൻ അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ടവരൊരു കാര്യം കൂടി. നമ്മുടെ നാട്ടില് ഹിജറ 700-കളിൽ ജീവിച്ചു പോയൊരു മഹാനായ പണ്ഡിതനാണ് ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടോ? ഈ നാട്ടിലുള്ള എല്ലാ വിശ്വാസികളോടും ഞാൻ ചോദിക്കുകയാണ്, ആ ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് ഹിജറ 700 എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം അഹ്ലുസ് സുന്നയുടെ പണ്ഡിതനാണ്. അദ്ദേഹം തലയെടുപ്പുള്ള പണ്ഡിതനാണ്. ആ ഇമാം ഷാത്തിബി ഏതാണ്ട് 600 ചില്ലാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ പണ്ഡിതനാണ്.
അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ തലയെടുപ്പുള്ള പണ്ഡിതൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട്. ആ കിതാബിന്റെ പേരാണ് അൽ-ഇഅ്തിസാം ബിൽ കിതാബി വസ്സുന്ന. അൽ-ഇഅ്തിസാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന്. അതായത് ഖുർആനും കിതാബും സുന്നത്തും മുറുകെ പിടിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ആ ഒരു ഗ്രന്ഥം, അതിന്റെ മുഖദ്ദിമ വായിച്ചു നോക്കിയാൽ അവിടെ കാണാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, ഈ ഗ്രന്ഥം ഞാൻ എഴുതാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു. മുജാഹിദുകൾ ഇന്ന് അനുഭവിക്കുന്ന അതേ പ്രയാസം അദ്ദേഹം അന്ന് അനുഭവിച്ചിട്ടുണ്ട്. അൽ-ഇഅ്തിസാം ബിൽ കിതാബി വസ്സുന്ന എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹം രചിക്കാനുണ്ടായ കാരണം പറയാണ്. അദ്ദേഹം പറയാണ്, എൻ്റെ നാട്ടിൽ ധാരാളം പുതിയ ആചാരങ്ങളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടത്തി കൂട്ടിയിട്ടുണ്ടായിരുന്നു ആൾക്കാർ. അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ തയ്യാറായി. ഇതൊക്കെ ഇസ്ലാമിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്ന് ഞാൻ പഠിക്കാൻ തയ്യാറായി. പഠിച്ചപ്പോൾ ഇമാം ഷാത്തിബി റഹിമഹുല്ല പറയുന്നു, അതിൽ പലതും ഇസ്ലാമികമല്ല എന്ന് എനിക്ക് ബോധ്യമായി. എന്താ പറഞ്ഞത്? അതിൽ പലതും ഇസ്ലാമികമല്ല എന്ന് എനിക്ക് ബോധ്യമായി. അതിൽ അദ്ദേഹം പറയണേ, ധാരാളം പഠിച്ചപ്പോൾ ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. കാരണം പഠിക്കും തോറും എനിക്ക് എൻ്റെ നാട്ടിൽ നടക്കുന്നത് ഒന്നും ദീനല്ല എന്ന് മനസ്സിലായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇമാം ഷാത്തിബി പറയാൻ, അദ്ദേഹം പറയണേ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? സ്വന്തം മനസ്സിനോട് ചോദിച്ചു. നാട്ടുകാരുടെ ഈ പുതിയ ആചാരങ്ങളുടെ കൂടെ സഹകരിക്കണോ, എന്നിട്ട് കുഴപ്പങ്ങളൊന്നുമില്ലാതെ അവിടെ ഇങ്ങനെ ജീവിച്ചു പോണോ, അതല്ല എൻ്റെ റബ്ബിനോടുള്ള സ്നേഹം കൊണ്ട് ഈ ബിദ്അത്തുകളെ തുറന്നു കാട്ടണോ എന്ന് ഞാൻ കുറേ ഇരുന്നൊന്നും ആലോചിച്ചില്ല. എനിക്ക് എൻ്റെ റബ്ബാണ് വരുന്നത് എനിക്ക് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അൽ-ഇഅ്തിസാം ബിൽ കിതാബി വസ്സുന്ന എന്ന് പറയുന്ന ഒരു കിതാബ് തന്നെ ഞാൻ രചിക്കാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയണേ, ബിദ്അത്തുകളെ എതിർത്ത് ഞാൻ കിതാബ് എഴുതി തുടങ്ങിയപ്പോ ഫഖാമത്ത് ഖിയാമത്തി, അദ്ദേഹം പറയണേ, അന്നെന്റെ അവസാനം തുടങ്ങി. അന്നെന്റെ അവസാനം തുടങ്ങി. നാട്ടുകാരൊക്കെ എനിക്കെതിരെ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എന്നെ അനുഭവിപ്പിക്കാൻ തുടങ്ങി. ഫഖാമത്ത് ഖിയാമത്തി. അങ്ങനെ അവർ എന്നെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങളിൽപ്പെട്ട ഒന്നാണ്, 600 കൊല്ലങ്ങൾക്കും ഇമാം ഷാത്തിബി പറയാണ്, അവർ എന്നെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങളിൽ ഒന്നെന്തായിരുന്നു? ഞാൻ പ്രാർത്ഥനയില്ലാത്തവനാണ്. ഇന്ന് മുജാഹിദീങ്ങളെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ദിക്റില്ല, നബിയില്ല, കറാമത്തില്ല, മുഅ്ജിസത്തില്ല, ഇവർക്ക് മഹാന്മാരോട് സ്നേഹമില്ല, ഇവർക്ക് ഔലിയാക്കന്മാരില്ല എന്നൊക്കെ പറയണ പോലെ നമ്മളെ കുറിച്ചും പറയാറുണ്ടല്ലോ. നമുക്ക് പ്രാർത്ഥനയില്ല. നമ്മൾ എവിടെ ചെന്നാൽ അൽഫാത്തിഹ വിളിച്ചൊരു പ്രാർത്ഥന നടത്തുന്നതാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. ആ പ്രാർത്ഥനയ്ക്ക് എന്താ അർത്ഥമുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പ്രാർത്ഥന നടത്തിയിട്ടില്ല, അങ്ങനെ കാണിച്ചെന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല. അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞെടുത്ത് പഠിപ്പിച്ച രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സുന്നത്തനുസരിച്ച് കൊണ്ട് ചെയ്യുക. അല്ലാതെ കുറെ ആളുകൾ ഇങ്ങനെ കൂടുമ്പോ അവർക്ക് വേണ്ടി അൽഫാത്തിഹ വിളിച്ചിട്ട് ഒരു പ്രാർത്ഥനയൊന്നും മുത്തുനബിയുടെ ജീവിതത്തിൽ എവിടെയും കാണിച്ചു തന്നിട്ടില്ല. എന്താണ് ഇമാം ഷാത്തിബി ഞാൻ പ്രാർത്ഥിക്കാത്തവനാണെന്ന് ജനങ്ങൾ പറയാൻ കാരണം? അദ്ദേഹം പറയാണ്, ഞാൻ നിസ്കാരത്തിന് ഞങ്ങളുടെ നാട്ടിലത്തെ മെയിൻ പള്ളിയിൽ ഒരിക്കൽ ഇമാമ് നിന്നപ്പോ കാലങ്ങളായി അവിടെ നടന്നു വരുന്ന ഒരു കൂട്ടുപ്രാർത്ഥന ഉണ്ട്. ആ കൂട്ടുപ്രാർത്ഥനക്ക് ഞാൻ നേതൃത്വം കൊടുത്തില്ല. ഞാൻ അവിടുന്ന് എണീറ്റ് മാറിയിരുന്നു. അതോടെ നാട്ടുകാർക്കിടയിൽ, മഹല്ലുകാർക്കിടയിൽ, കമ്മിറ്റിക്കാർക്കിടയിൽ ചർച്ച വന്നു, ഞാൻ പ്രാർത്ഥനയില്ലാത്തവനാണ്. ഇതൊക്കെ ഇമാം ഷാത്തിബിയുടെ ആ കിതാബുൽ ഇഅ്തിസാമിന്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്. ഞാൻ പ്രാർത്ഥനയില്ല. എന്താ കാരണം? ഞാൻ കൂട്ടുപ്രാർത്ഥന നടത്തിയില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഔലിയാക്കളെ സ്നേഹിക്കാത്തവരാണെന്നും അവർ പറഞ്ഞു. എന്താ പറയാ കാരണം? ഞാൻ അവിടെ ഉണ്ടായിരുന്ന വ്യാജ ഔലിയാക്കന്മാരെ ഞാൻ എതിർത്തു. മുജാഹിദുകൾ എതിർക്കും. ഇപ്പൊ ഈ മലപ്പുറം ജില്ലയിൽ എവിടെ കണ്ടിട്ടില്ല ഞങ്ങൾ? തിരൂരിന്റെ അടുത്തൊരു യാഹൂ തങ്ങള്, ഞങ്ങൾ പറയണം അങ്ങനത്തെ ഒരു തങ്ങളില്ല, അയാളൊരു ഔലിയല്ല. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ ഔലിയ പട്ടമുണ്ടെങ്കിൽ തന്നെ സഹോദരങ്ങൾ അവരോട് തേടാൻ എന്ത് അവകാശം അല്ലേ? കറാമത്തുകൾ ഇന്നിപ്പോ കറാമത്തുകൾ ഇഷ്ടം പോലെയാ. വാട്സപ്പ് തുറന്നാൽ കറാമത്തിന്റെ കഥ കേൾക്കാത്ത ദിവസമല്ല. അതിനായിട്ട് നമ്മൾ ഉസ്താദന്മാർ രംഗത്തിറങ്ങി. എനിക്ക് തോന്നുന്നത് അതിൻ്റെതായിട്ടൊരു ഫാക്ടറി തന്നെ അവർ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ്. എന്തെല്ലാം കറാമത്താണ്! യാഹൂ തങ്ങളെ കറാമത്ത് എന്താ? അദ്ദേഹത്തിന്റെ സമകാലികനാണ് മമ്പറം തങ്ങൾ. മമ്പറം തങ്ങൾക്ക് മൈസൂർ കോല ഭയങ്കര ഇഷ്ടാ.
അദ്ദേഹത്തിന്റെ മുരീദ് ഒരു പഴക്കൊല കൊണ്ട കൊടുക്കാൻ പോകുമ്പോ ഈ ജട പിടിച്ച മുടിയുള്ള മുഷിഞ്ഞ വസ്ത്രം ധരിച്ച കണ്ട തലക്ക് സുഖമില്ലാത്ത ഒരാള് പോട വഴിക്ക് മമ്പറം തങ്ങളുടെ മുരീദിനോട് ചോദിച്ചു ഇത്രേ എനിക്ക് അയിമത് 2 പഴം തരുമോ. അപ്പൊ മമ്പറം തങ്ങളുടെ മുരീദ് പറഞ്ഞു ഇല്ല തരൂല, അത് മമ്പറം തങ്ങൾക്ക് ഉള്ളതാണ്, ഞാൻ ആർക്കും കൊടുക്കൂല. അങ്ങനെ ആ പഴക്കൊലയുമായിട്ട് ഈ പാവപ്പെട്ട വ്യക്തിക്ക് കൊടുക്കാതെ പോകുമ്പോ മമ്പറം തങ്ങൾ അടുക്കലേക്ക് പഴക്കൊലയുമായി എത്തി. മമ്പറം തങ്ങൾ അൽഹംദുലില്ലാ പഴം കിട്ടിയ സന്തോഷത്തിൽ അയിമൊന്ന് ഇരിഞ്ഞു. തൊലിച്ചു നോക്കിയപ്പോ അതിനുള്ളിൽ കഴമ്പില്ല, കാറ്റ്. എന്താ പിന്നെ ഇതിന്റെ മാത്രം കുഴപ്പമായിരിക്കും എന്ന് വിചാരിച്ച അടുത്ത തൊലിച്ചു, അതിലില്ല കാറ്റ്. ബലൂണില് കാറ്റ് നിറച്ച പോലത്തെ പഴങ്ങൾ. അപ്പൊ ഈ പഴം നട്ട് നനച്ചു വളർത്തി കൊണ്ടു കൊടുത്ത മുരീദ് അത്ഭുതപ്പെട്ടത് എന്തപ്പോ സംഭവിച്ച്, എന്റെ തോട്ടത്തിലുണ്ടായ കൊലയാണല്ലോ. അപ്പൊ മമ്പറം തങ്ങൾ ചോദിച്ചു ഇത്ര അവിടെ ടിസ്റ്റ്, പോന്നപ്പോ ആരെങ്കിലും പഴം ചോദിച്ചിരുന്നോ? പോന്നപ്പോ ആരെങ്കിലും പഴം ചോദിച്ചിരുന്നോ? അപ്പൊ മമ്പറം തങ്ങളുടെ മുരീദ് പറഞ്ഞു ആലോചിച്ചിട്ട്, ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ജട പിടിച്ചൊരു വ്യക്തി എന്നോട് ചോദിച്ചിരുന്നു, പക്ഷെ ഞാൻ കൊടുത്തില്ല. മമ്പറം തങ്ങൾ പറഞ്ഞു അത്രേ, അതാരാണ് നിങ്ങൾക്കറിയോ? നിങ്ങളെ പഴം കൊടുക്കാതെ നിരാകരിച്ചു പോകുന്ന ആളാണ് യാഹൂൻ തങ്ങൾ. നിങ്ങൾ അയാൾക്ക് പഴം കൊടുക്കാത്തോണ്ട് നിങ്ങളറിയാതെ അതിന്റെ ഉള്ളിലത്തെ കടമ്പുകൾ മൂപ്പരെടുത്തിരിക്കുകയാണ്. അതെങ്ങനെയാന്ന് ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ലല്ലോ. ഒരാളോട് അനുവാദം അല്ലാതെ ഒരാളെ മുതലെടുക്കാൻ പറ്റുമോ? അതും ചോദിക്കാൻ പറ്റൂല, കാരണം കഥ ചോദ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്നും യാഹൂ തങ്ങളുടെ മക്ബറയിലേക്ക്, യാഹൂ തങ്ങൾക്ക് 2 മക്ബറുണ്ട്. യാഹൂ തങ്ങൾക്ക് 2 ഖബറുണ്ട്. യാഹൂ തങ്ങളെ ഖബറിലേക്ക് ചെല്ലുമ്പോ കയ്യും വീശി പോയ ഞങ്ങളെ മുറാദ് ഹാസിലാവൂല. നിങ്ങൾ നല്ല പഴുത്ത മൈസൂർ കൊല കൊണ്ട് തന്നെ പോണം, എന്നിട്ട് അതവിടെ വെക്കണം. എന്നിട്ട് നിങ്ങളെ ആഗ്രഹങ്ങൾ ആ ഖബറിലുള്ള മഹാനോട് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഒക്കെ ശരിയാവും എന്നാണ് ആര് പറയണത്? ഉസ്താദന്മാരും പറയണത്. ഈ മൈസൂർ പഴം യാഹൂ തങ്ങൾ തിന്നോ? അല്ല, അതൊരു ചോദ്യമാണല്ലോ. അയാൾക്ക് എന്തിനാ മൈസൂർ പഴം? അയാൾ പോയി ബർസഖിലേക്ക് പോയി. പിന്നെ ആ പഴക്കൊല കൊണ്ട് കളിക്കണ കുറച്ച് ടീമുണ്ട്, ഓലെയാണ് നമ്മൾ എതിർക്കുന്നത്. ആരാണ് അതുകൊണ്ട് കളിക്കേണ്ടത്? തട്ടിക്കളിക്കേണ്ടത്. ആ പഴക്കൊല അവിടെ ഇങ്ങനെ നിറഞ്ഞാല് ഗുഡ്സ് വിളിക്കും. ആ ഗുഡ്സുകാരന് അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളായിരിക്കും. അതിൽ കയറ്റിയിട്ട് അപ്പുറത്തെ പച്ചക്കറി കടയിൽ കൊണ്ടേ കൊടുക്കും. പച്ചക്കറി കട ഇവരുമായിട്ട് ഭയങ്കര ലിങ്ക് ആയിരിക്കും. എന്നിട്ട് അവിടുന്ന് വാങ്ങിയിട്ട് ഈ ലോഡിന്റെ പൈസ കടക്കാരൻ കൊടുക്കും. ഇതേ പഴക്കൊല പച്ചക്കറി കടയിൽ വെക്കണേ, അതേ പഴക്കൊല അടുത്ത ടീം വരുന്ന അവിടെ കൊണ്ടേക്കണേ. ഇത് ചൂഷണല്ല എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയുന്ന തെളിവുള്ളത്. എങ്ങനെ ഇപ്പൊ യാഹൂ തങ്ങൾക്ക് 2 ഖബറുണ്ടായത്? 2 ഖബർ ഒരാൾക്കേ. യാഹൂ തങ്ങൾ മരിച്ചപ്പോ നാട്ടുകാർക്ക് 2 മഹല്ലര് ഭയങ്കര തല്ലായി. ഒരു മഹല്ലര് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് വേണം, മറ്റേ മഹല്ലര് പറഞ്ഞു ഞങ്ങൾക്ക് വേണം, കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മുതലാണല്ലോ. 3 ദിവസം മയ്യത്ത് ഖബറടക്കിയില്ലെന്നാ അതൊന്നും നമ്മൾ പറഞ്ഞല്ല. ഇതൊക്കെ ഇസ്ലാമിലുണ്ടോ? നിങ്ങൾ എന്തായി പറയണത്? 2 ഖബറോ ഒരു വ്യക്തിക്ക്? എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ആ യാഹൂ തങ്ങൾ മരിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോ പള്ളിക്കത്തെ മെയിൻ പള്ളിക്കത്തെ ഒരു വലിയ ഉസ്താദ് അടുത്ത ദിവസത്തെ വെള്ളിയാഴ്ചത്തെ ഖുതുബി പറഞ്ഞു ഇത്ര എന്ത്, നമ്മൾ ആരും ഇനി യാഹൂ തങ്ങൾക്ക് വേണ്ടി തല്ലൂടണ്ട. യാഹൂ തങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോ കിനാവിൽ വന്നു. അങ്ങനെയാണ് കിനാവിൽ വരലാണ്. പിന്നെ കിനാവിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? നിങ്ങൾ 2 കൂട്ടർ എനിക്ക് വേണ്ടി തല്ലൂടരുത് എന്ന് യാഹൂ തങ്ങൾ പറഞ്ഞു. നിങ്ങൾ 2 കൂട്ടർ 2 മഹലിൽ കബറുത്തിക്കോ, ഞാൻ ഇടക്കൊക്കെ മാറി മാറി കിടന്നേരാ എന്ന് ആര് പറഞ്ഞു? തരേ യാഹൂ തങ്ങൾ പറഞ്ഞതാ. അങ്ങനെയാണ് 2 ഖബറുണ്ടായത്. സഹോദരങ്ങളെ, ഇത് ചൂഷണല്ലെങ്കിൽ പിന്നെ എന്താണ് അല്ലേ? അതായത് ഖബറ് വിറ്റ് കാശാക്കുന്ന, അതിൽ തന്നെ ഒരുപാട് അനിസ്ലാമികത കടന്നു വരുന്ന, അതിനുവേണ്ടി കിതാബ് ഓതി പഠിച്ച പണ്ഡിതന്മാർ വലിയ വായിൽ വയല് പറയുമ്പോ എന്തൊരു ദുരന്തമാണ് അവസ്ഥ എന്നാലോചിക്കുക. ഇത്തരം വ്യാജ ഔലിയാക്കന്മാരെ മഹാനായ ഇമാം ശാത്തിബി റഹിമഹുല്ലാഹ് 600 കൊല്ലം എതിർത്തപ്പോ അദ്ദേഹത്തെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞെന്താ? ഔലിയാക്കളില്ല. സഹോദരങ്ങളെ, ഔലിയാക്കളുണ്ട്. 5 നേരം നമസ്കരിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇസ്ലാം കൊടുത്ത പേരാണ് ഔലിയ, വലിയ. അതിൽ അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത വലിയാണ് ഈ ഉമ്മത്തിലെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ വലിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവർ കുളിക്കാതെ നടന്നിട്ടില്ല, അവർ ജദ്ബിന്റെ ഹാലിലായിട്ടില്ല, അവർക്ക് 2 ഖബറില്ല.
അവർക്ക് വൃത്തിയില്ലാതെ നടന്നിട്ടില്ല, അവർ ഒരിക്കലും പിച്ചും പേയും പറഞ്ഞ് നടന്നിട്ടില്ല. അവരൊക്കെ വ്യക്തമായ സ്വബോധത്തോടെ ബുദ്ധിയോടുകൂടി ജീവിച്ച നല്ല മനുഷ്യരായിരുന്നു. അതാണ് ഇസ്ലാമിലെ ഔലിയാക്കൾ. ഖുർആനിൽ ഔലിയാക്കന്മാരെ കുറിച്ച് പറയുന്നില്ലേ? മറിയം ബീബി വലിയത്തല്ലേ? അസ്ഹാബുൽ കഹ്ഫ് ഔലിയാക്കളല്ലേ? വേറെയും കഥകളല്ല പറയുന്നില്ലേ? ഖുർആനിന്റെ ആയത്തുകളിലും ഹദീസുകളിലും വലിയകളില്ലേ? ഉണ്ട്. കറാമത്തില്ലേ? ഉണ്ട്. മറിയം ബീവിയുടെ കറാമത്ത് പറയുന്നു. അസ്ഹാബുൽ കഹ്ഫിന്റെ 300 ചില്ലാന ഉറക്കം, കൊല്ലത്തെ ഉറക്കം കറാമത്താണ് പണ്ഡിതന്മാര് പറഞ്ഞേ. അവർക്ക് ആ ഗുഹ വിശാലമാക്കി തോന്നിപ്പിച്ചു കൊടുത്തത് കറാമത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. സുന്നത്തുകളിലെ ഹദീസുകളിലെ കറാമത്തിന്റെ ചരിത്രമില്ലേ? ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു കൂട്ടരെ. അതുകൊണ്ട് തെറ്റിദ്ധാരണകളിൽ നിന്നും അതുപോലെ തന്നെ സഹോദരങ്ങളെ ചൂഷണമുക്തമായ ഒരവസ്ഥയിൽ നിന്നും നമ്മളൊക്കെ ചൂഷണങ്ങളിൽ നിന്നും മടങ്ങി ചൂഷണമുക്തമായ ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ മടങ്ങുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾക്കൊക്കെ മരിച്ചു പോകണം, അതിനു വേണ്ടിയിട്ടാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ആ അവസ്ഥ വന്നെത്തുന്നതിന് മുന്നേ വിശ്വാസവും കർമ്മങ്ങളും നന്നായാൽ മാത്രം പോരാ, നമ്മുടെ കുടുംബകങ്ങളും നന്നാകണം. ആ കുടുംബകങ്ങൾ നന്നാകണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നന്നാകണം? ജീവിതത്തിന്റെ മുച്ചൂട മേഖലകളിലും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ കഴിവിന്റെ പരമാവധി നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ. ആരെ പോലെ? ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാം, ഇമാം സുന്ന എന്നറിയപ്പെടുന്ന പണ്ഡിതനല്ലയോ ആ ഇമാം മാലിക് റഹിമഹുല്ല ജയിലിൽ കിടക്കുന്ന ഒരു സന്ദർഭത്തിലതാ ആ മഹാനായ പണ്ഡിതനെ വെള്ളിയാഴ്ച വരെ പള്ളിയിലേക്ക് പറഞ്ഞേക്കാൻ സാധ്യമാകാത്ത രൂപത്തിൽ അവർ തടവറയിലിടുകയാണ്. വെള്ളിയാഴ്ചയായാൽ അതാ ഇമാം അഹ്മദ് കുളിക്കുകയാണ്. ഇമാം അഹ്മദ് പുതിയ വസ്ത്രം ധരിക്കുകയാണ്, ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുകയാണ്. എന്നിട്ടതാ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജയിലിന്റെ മെയിൻ ഗേറ്റ് വരെ നടന്നു വരികയാണ്. എല്ലാ ആഴ്ചകളിലും ഇത് കാണുമ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു പോയി, നിങ്ങൾ എന്തിനാണ് കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സ് ധരിച്ച് ജയിലിന്റെ വാതിൽ വരെ പോയി നിൽക്കുന്നത് എന്തിനാണ്? ആ മഹാനായ പണ്ഡിതൻ പറയാറുണ്ട്, ഇത്തഖുല്ലാഹ മസ്തതഅതും എന്ന് പറയുന്ന ആ വചനമുണ്ടല്ലോ, ആ വചനത്തെ പ്രാവർത്തികമാക്കുകയായിരുന്നു മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹം പറയുകയാണ്, വെള്ളിയാഴ്ചയാണെന്നറിഞ്ഞാൽ വെള്ളിയാഴ്ചയുടെ കുളി ഞാൻ പ്രത്യേക നീയത്തോടെ കുളിക്കും, എനിക്കതിന് കൂലിയാണ്. ഞാൻ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും, അതും എനിക്ക് കൂലിയാണ്. പള്ളിയിലേക്കെന്നുള്ള നീയത്തോടെ ഞാൻ നടന്നു പോകും, അതും എനിക്ക് കൂലിയാണ്. പക്ഷേ ജയിലിന്റെ മെയിൻ ഗേറ്റ് വരെ എനിക്ക് മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് എന്നെ വിടാത്തതിന്റെ ഉത്തരവാദി ഞാനല്ല, അത് എന്നെ തടഞ്ഞു വെച്ചവരാണ്. അതുകൊണ്ട് ഇത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിന്റെ പരമാവധി അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്തിനാണ് നമ്മളിങ്ങനെ ചോര നീരാക്കി അധ്വാനിക്കുന്നത്? മക്കൾക്ക് വേണ്ടിയല്ലയോ? മക്കളുടെ ജീവിതം ഇന്ന് ലഹരിയുടെ ലോകത്ത് വിരാജിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ മക്കളെയും ഞാൻ ആക്ഷേപിക്കുകയല്ല. ബഹുഭൂരിഭാഗം കുട്ടികളും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ട്. പെരിന്തൽമണ്ണ നമ്മുടെ തൊട്ടടുത്തല്ലയോ? ആ പെരിന്തൽമണ്ണയിൽ നമ്മൾ സ്ഥാപിച്ച സ്ഥാപനമാണ് ന്യൂ ഹോപ്പ്. ആ ന്യൂ ഹോപ്പ് എന്ന് പറയുന്ന ഡി എഡിഷൻ സെന്ററിലേക്ക് അതാ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കയറി വരികയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കയറി വരികയാണ്. അവൻ അന്നത്തെ ആരോ അവനവിടെ കൊണ്ടെത്തിച്ചതാ, അവനെ ലഹരിക്കടിമയാണ്. എന്താ ഈ 9ാം ക്ലാസ് എന്ന് പറഞ്ഞ എത്ര വയസ്സാ? ഒരു 14 വയസ്സ് കൂട്ടിക്കോളി. അവിടെ എത്തിയ ആ ചെക്കൻ അന്നത്തെ അവിടുത്തെ ദിവസത്തെ നമ്മളെ പണ്ഡിതന്റെ ക്ലാസ് കേട്ടപ്പോ ക്ലാസ്സിൽ നിന്ന് അവന് ഇരുന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് ആ ക്ലാസ് എടുത്ത പണ്ഡിതനെ ക്ലാസ് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ ഉമ്മമാരെ കുറിച്ച് പറഞ്ഞില്ലേ, ഈ ലഹരിയുടെ ലോകത്ത് വിരാജിക്കുമ്പോ ഇവരൊക്കെ അത് അറിയുന്നുണ്ടോ? എത്രത്തോളം പ്രതീക്ഷയിലാണ് മക്കളെ മാതാപിതാക്കൾ വളർത്തുന്നത് എന്നൊക്കെയുള്ള ആ സംസാരം കേട്ടപ്പോ ഞാൻ വല്ലാതെ ഞെട്ടിപ്പോയി ഉസ്താദേ. ഞാനേ 5ാമത്തെ ഡി എഡിഷൻ സെന്ററിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. ഞാൻ അതെന്തിനാ പറയണ്ടറിയോ? നമ്മളെ മക്കളൊന്നും സേഫ് സോണിലല്ല. നമ്മൾക്ക് അവരെ കുറിച്ച് അമിതമായ ആത്മവിശ്വാസമാണെങ്കിലും അതുകൊണ്ട് കാര്യമില്ല. ഇടപെടേണ്ട രൂപത്തിൽ ഇടപെടുക. ഞാനിതിന്റെ ബാക്കി എന്താ അറിയങ്ങള്?
ആ ചെക്കൻ പറയാണ് 5ാമത്തെ ഡി-അഡിക്ഷൻ സെന്ററിലപ്പോ ഞാൻ വന്നിക്കണത്. കഞ്ചാവിന് അടിമയാണ് ഞാൻ. എനിക്ക് നിങ്ങളുടെ വാഴ്ന്ന് കേട്ടപ്പോൾ, സംസാരം കേട്ടപ്പോൾ, ക്ലാസ് കേട്ടപ്പോൾ അതിൽ നിന്ന് മാറണമെന്നുണ്ട്. പക്ഷേ ഈ തീരുമാനം ഞാൻ ഇവിടെ നിന്നെടുത്തിറങ്ങിയാലും ഇങ്ങനെ 5 വട്ടം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. 5 വട്ടം ഞാൻ ചെന്ന് പെട്ടിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആദ്യമായി വന്നത് എങ്ങനെയെന്ന് അറിയോ ഉസ്താദേ? കരഞ്ഞുകൊണ്ട് ആ ചെക്കൻ പറയാണ്, ഞാൻ എൻ്റെ സ്കൂളിൽ സ്പോർട്സ് നടക്കുമ്പോ +2 പഠിക്കണ ചെക്കന്മാരിക്കണ ഗ്യാങ് ഉണ്ട്, ഓലടുത്ത് കൂടി നടന്നു പോയപ്പോ ഓല് ഞങ്ങളെ 2 സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് പിടിച്ചിരുത്തിയിട്ട് ഓല് ഞങ്ങൾക്കൊരു പഫ് തന്നു. അങ്ങനെ പിടിച്ചിട്ടാ പറഞ്ഞത്, ഒരു പഫ് തന്നു. അതൊന്ന് വലിച്ചു നോക്കി, സിഗരറ്റിന്റെ ഉള്ളിൽ അവർ ഒളിപ്പിച്ചു വെച്ച കഞ്ചാവിന്റെ ഉൽപ്പന്നം. അത് വലിച്ചപ്പോ ഉസ്താദിനോട് ആ ചെക്കൻ പറയാണ്, സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞാൻ ഏതോ ഒരു മായാ ലോകത്തേക്കുള്ളൊരു പോക്കായിരുന്നു. പിന്നെ അന്ന് മുതൽ ഞാൻ അതിന്റെ അഡിക്റ്റ് ആണ് ഉസ്താദേ. ആ കുട്ടിയും നേരം വെളുക്കുമ്പോ ബാഗം തൂക്കി 9ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ പോകുമ്പോ അവൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാകില്ല ഉമ്മയെയും ഉപ്പയെയും കരയിപ്പിക്കുന്ന ലഹരിക്കടിമയായ ഒരു ചെക്കനായി മാറാനാണ് ഞാൻ ഇന്ന് പോകുന്നത് എന്ന് വിചാരിച്ചിട്ടല്ല പോകുന്നത്. വല വിരിച്ച് കാത്തിരിക്കുന്നവരുണ്ട്, ദ്രഷ്ടകൾ ഒരുക്കി കാത്തിരിക്കുന്നവരുണ്ട്, ചതിക്കുഴികളുണ്ട്. അങ്ങനെ പെട്ടുപോകുന്നു. ഇടപെടണം. ക്യാമ്പസിൽ അവളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് അറിയണം. 2 കണ്ണ് പോരാ, മക്കളെ നല്ലവണ്ണം ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ ഈ തണ്ണിക്കടവിന്റെ, ഈ എടക്കരയുടെ, ഈ കരുതച്ചിയുടെ, ഈ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും വിദ്യാർത്ഥിനികൾക്കുള്ള സ്ഥിരമായി നടക്കുന്ന CRE സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ വാഹനമെടുത്ത് ലീവാക്കിയിട്ടാണെങ്കിലും അവരുടെ എത്തിക്കുക. കാരണം കേരളത്തിൽ ഇന്ന് ഈ കൂട്ടായ്മയെ നയിക്കുന്ന അറിയപ്പെട്ട ഉഷാറുള്ള ചുറുചുറുക്കുള്ള യുവാക്കൾ കൂടിയിരുന്നു കൊണ്ടുണ്ടാക്കിയ ഇന്നത്തെ വിദ്യാർത്ഥിനികൾക്കിടയിലുള്ള അപജയങ്ങൾ, പ്രശ്നങ്ങൾ അതിനെ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്കുള്ള പ്രത്യേക സിലബസുകൾ, പദ്ധതികൾ ആവിഷ്കരിച്ച് 8ാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള വിദ്യാർത്ഥിനികൾക്കുള്ള മദ്രസ പഠനം കഴിഞ്ഞ കുട്ടികൾക്കുള്ള കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ സംഘടിപ്പിക്കുന്നു. എത്ര കുട്ടികളാണെന്നറിയുമോ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങിയത്, ലഹരിയോട് ടാറ്റ പറഞ്ഞത്, അതെ വൃത്തികെട്ട കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒരു +2 പഠിക്കുന്ന ഒരു സഹോദരിയുടെ, പെൺകുട്ടിയുടെ ഉപ്പ പറയുന്നത്, ഞങ്ങൾക്ക് പോലും അറിയാത്ത പ്രണയക്കുരുക്കിൽ നിന്ന് ഒരു അമുസ്ലിമായ ചെക്കനെ പ്രണയിച്ചതിന്റെ പേരിൽ ഇനി മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ആരെ പ്രണയിച്ചാലും ഇസ്ലാമിൽ അത് തെറ്റാണ്. ആ കുരുക്കിൽപ്പെട്ട് 2 വർഷം അവൾ ഉഴയുമ്പോ ഞങ്ങൾ ആരും അറിയാത്ത ആ തെറ്റ് ഉസ്താദെ നിങ്ങളുടെ ക്ലാസ്സിലൂടെയാണ് അവൾക്ക് മാറ്റമുണ്ടായത്. വീട്ടിൽ വന്ന് കരഞ്ഞവൾ ഞങ്ങളോട് പറഞ്ഞു, 2 കൊല്ലം ഉമ്മ ഉപ്പ ഞാൻ നിങ്ങളെ ചതിക്കുകയായിരുന്നു, ഇന്ന ചക്കരുമായി ഞാൻ ഫെയറിലായിരുന്നു, എനിക്ക് മടങ്ങണം എന്ന് പറഞ്ഞ് ആ കുട്ടി കരഞ്ഞപ്പോ എത്രത്തോളം പ്രാർത്ഥനകൾ ഈ കൂട്ടായ്മയിലെ ആളുകൾക്ക് അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ടാവും, ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ടാവും. അദ്ദേഹം കത്തെഴുതി കത്തെഴുതിയിട്ട് പറയണത്, ഞങ്ങളുടെ മക്കളെ രക്ഷിച്ച നിങ്ങൾക്ക് അല്ലേ, എന്താ പറയാ, അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ, നിങ്ങളെ കൂട്ടായ്മക്ക് അത് അനുഗ്രഹം ചെയ്യട്ടെ. ഇങ്ങനെ എത്ര ആൾക്കാർക്ക് പല രംഗത്ത് വെളിച്ചം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അറിയോ ഈ കൂട്ടായ്മ. അതുകൊണ്ട് ഈ വെള്ളത്തിൽ ഒരു തുള്ളിയായി നിങ്ങളും വരിക. കാരണം നിങ്ങളുടെ മക്കളുണ്ടാവുക. പരിസര പ്രദേശത്തെ ആഴ്ചയിൽ 168 മണിക്കൂറിൽ ഏതെങ്കിലും പ്രദേശത്ത് 1 മണിക്കൂർ ഖുർആൻ പഠിക്കുന്ന സംരംഭത്തിലെ വിദ്യാർത്ഥികളാവുക ഉപ്പ, വിദ്യാർത്ഥികളാവുക ഉമ്മ. കാരണം നമ്മളെ മക്കൾ നമ്മളെ കണ്ടു വളരുന്നു. കാലം വളരെ പോക്കാണ്. കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താക്കന്മാരും അസ്വസ്ഥതകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നു, അവിഹിത ബന്ധങ്ങൾ അധികരിക്കുന്നു. മൊബൈൽ ഫോണിന്റെ കാലമായതുകൊണ്ട് തന്നെ സൊഫിൽ കൂടെ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ വരെ വലിയ തിന്മകളിലും അവിഹിതങ്ങളിലുമാണെന്ന് പോലും അറിയാത്ത കാലഘട്ടം. അത്രത്തോളം പ്രൈവറ്റ് വൽക്കരിക്കപ്പെട്ടൊരു കാലഘട്ടം. കൂടെ കിടക്കുന്ന ഭാര്യക്ക് അവിഹിതമുണ്ടോ എന്നറിയാത്ത ഭർത്താവ്, ഭർത്താവിന് അവിഹിതമുണ്ടോ എന്നറിയാത്ത ഭാര്യ. പുതിയ പഠനങ്ങൾ പറയുന്നത് ഈ കാലത്ത് ജീവിക്കുന്ന ദമ്പതികൾക്ക് അവരുടെ പുതിയൊരു ട്രെൻഡാണത്രേ ഒരു കാമുകനെ, ഒരു കാമുകിയെ സ്വീകരിക്കുക എന്നുള്ളത്. കാരണം ഒളിഞ്ഞും പാത്തും ചാറ്റിങ്ങിലൂടെയും ശാരീരിക ബന്ധത്തിലൂടെയും അനുഭവിക്കുന്ന സുഖം മറ്റൊന്നാണ് എന്ന് ലിബറൽ വാദികൾ, ഫെമിനിസ്റ്റുകൾ ഈ ലോകത്തിന്റെ ഈ ലോകത്തെ തോന്നിവാസത്തിലേക്ക്, ധാർമ്മികതയിലേക്ക് കൊണ്ടുപോകുമ്പോ അരുതേ എന്ന് പറയാൻ ഈ കൂട്ടായ്മ എന്നും മുന്നിൽ നിന്നിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഡയലോഗ് എന്ന് പറയുന്ന പരിപാടികളിലൂടെ
പ്രൊഫൈസ് എന്ന് പറയുന്ന പരിപാടിയിലൂടെ, അതുപോലെ ടീൻ സ്പേസുകളിലൂടെ, അതുപോലെ തന്നെ സഹോദരങ്ങളെ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകം സംഘടിപ്പിക്കുന്ന യുവാക്കളുടെ പ്രത്യേക പരിപാടികളിലൂടെ സമുദ്ധരിക്കുകയാണ് ഈ സമൂഹത്തെ. അതുകൊണ്ട് ദീനിന്റെ ചുറ്റുപാട് വീട്ടിലുണ്ടാക്കാൻ, ഹറാമായ സിനിമയും സീരിയലും വീട്ടിൽ നിന്ന് എടുത്തു മാറ്റാൻ, മ്യൂസിക്കിനോട് വിട പറയാൻ, വമിനൻ നാസി മയ്യസ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹ് ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ ഉലൈക ലഹും അദാബുൻ മുഹീൻ വഇദാ തുത്ല അലൈഹി ആയാതുനാ വല്ല മുസ്തക്ബിറാ കഅൻ ലം യസ്മഅഹാ കഅന്ന ഫീ ഉദ്നൈഹി വഖറാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. സൂറത്തുൽ ലുഖ്മാൻ 31-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം അമാനി മോലേദിയ തഫ്സീർ വായിക്കേ. അവിടെ പറഞ്ഞ വിനോദ വർത്തമാനങ്ങൾ മ്യൂസിക്കാണ്, വൻ പാപമാണ് ഇസ്ലാമിലത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, മ്യൂസിക് ഇസ്ലാമിൽ വൻ പാപമാണ്. ചെറിയ പാപമല്ല, വൻ പാപം. അതാണ് റീൽസുകളിലൂടെ, മാറ്റി മാറ്റി കളിക്കുന്ന റീൽസുകളിലൂടെ നമ്മൾ കേൾക്കുന്നത് ഇത്തഖുല്ലാഹ് മസ്തതഅതും വൽ ആഖിബതു ലിൽ മുത്തഖീൻ ഇന്ന ലിൽ മുത്തഖീന മഫാസ. എത്ര സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു ആ ഒരു തഖ്വയുള്ള ജീവിതം, ക്ഷമിക്കുക, സഹിക്കുക, സ്വർഗം കടന്നു വരാനുണ്ട്. ഭർത്താവിന്റെ കുറവുകൾ മനുഷ്യനാണെന്ന് വിചാരിച്ച് വിട്ടുവീഴ്ച കൊടുക്കുക, ഭാര്യയുടെ കുറവുകൾ മനുഷ്യനാണെന്ന് വിചാരിച്ച് വിട്ടുവീഴ്ച കൊടുക്കുക. കാരണം നമ്മളെ മക്കളെ പ്രസവിച്ചവളാണ് അവൾ. ഭാര്യ ചിന്തിക്കേണ്ടത് ഞങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, ഞങ്ങൾക്കുള്ള വീട്, ഞങ്ങൾക്കുള്ള സംരക്ഷണം ഒരുക്കുന്ന കാവലാളാണ് എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് അയാളിൽ എന്ത് ദേഷ്യം വന്നു പോയാലും ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. പ്രാർത്ഥിക്കുക, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇമാമാക്കണേ എന്ന് പറഞ്ഞത്, മുത്തഖിയാക്കണേ എന്നല്ല, മുത്തഖീങ്ങളെ ഇമാമാക്കണേ. നല്ല ദീനുള്ള മക്കളുണ്ടാകട്ടെ. അതിനുവേണ്ട അധ്വാനങ്ങൾ, ഇടപെടൽ വേണം. പ്രാർത്ഥിച്ചിരുന്ന് മാത്രം പോരാ, ഇടപെടലുകൾ വേണം. അള്ളാഹു നമ്മെ കുടുംബസമേതം സ്വർഗത്തിലെത്തുന്ന വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്ങാൻ കഴിയാത്ത നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് നാളെ പരലോകത്ത് നമ്മെ രക്ഷപ്പെടുത്തി സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്തുന്ന മഹാവിജയികളിൽ സാധുക്കളായ പാപികളായ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് പ്രത്യേകം വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. ക്യാൻസർ രോഗികളുടെ വയറിൽ മുഴ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് അതിന്റെ ചികിത്സയുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള ക്യാൻസറിന്റെ അണുക്കൾ നശിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. അതുപോലെ കരൾ സംബന്ധമായ, കിഡ്നി സംബന്ധമായ, ബ്രെയിൻ ട്യൂമർ ബാധിച്ച, പ്രത്യേകമായ മറ്റു രോഗങ്ങൾ ബാധിച്ച ധാരാളം വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ടാകാം, നമ്മുടെ പരിചയത്തിലുണ്ടാകാം. പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു അത്തരം രോഗികൾക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്നും സാമ്പത്തിക കെടുതികളിൽ നിന്നും കീറിമുറിക്കുന്ന വലിയ വലിയ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുടെ സന്താനങ്ങളെയും ഇടകളെയും കുടുംബക്കാരെയും ബന്ധപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ആദർശ സഹോദരി സഹോദരങ്ങളുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകൾക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ആദ്യത്തിൽ ദുആ ചെയ്തതുപോലെ ചെറുതും വലുതുമായ അധ്വാനങ്ങൾ ചെയ്തവരുണ്ട്, സാമ്പത്തികമായ സഹായങ്ങൾ നൽകിയവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലങ്ങൾ നൽകുമാറാകട്ടെ. ഏത് സമയത്ത് റഹ്മാനായ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷം നമ്മുടെ മരണത്തിന്റെ സമയമാകുന്ന രൂപത്തിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന മഹാവിജയികളിൽ സാധുക്കളായ പാപികളായ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദഅവത്തിന് വേണ്ടി ദിനരാത്രങ്ങളും കാലങ്ങളായി, അതുപോലെ തന്നെ ഇന്നും ഈ കൂട്ടായ്മയുടെ മുന്നിൽ ഓടി നടക്കുന്ന ധാരാളം പണ്ഡിതന്മാരുണ്ട്, സംഘടനാ നേതാക്കന്മാരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും ഈ കൂട്ടായ്മയെ ഒരുപാട് കാലം നയിക്കാനുള്ള ഈ മാനികമായ ത്വാഖത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, അവരിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് കൺകുറുമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി